ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. എവിടെ എല്ലാരും? ഹലോ. ഈവനിങ് മാം. കംപ്ലീറ്റ് ഒരു സൈലൻസ് ആണല്ലോ. ആരെങ്കിലും കുറച്ചാളത്തിൽ കാണാൻ കിട്ടിയിരുന്നെങ്കിൽ. കാണാൻ കിട്ടുമോ? എല്ലാരും ഈവനിങ്ങിലെ തിരക്കിലാണോ? ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ കിട്ടും. കിട്ടൂലേ? ഓ, മതി മതി മതി, കിട്ടിയാ മതി. നിങ്ങൾ കിട്ടിയാ മതി എനിക്ക്. പിന്നെ വേറെ ആരാണ് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ആരാ ഉള്ളത്? ക്യാമറയിൽ ഷാനി മാം, താങ്ക് യു. താങ്ക് യു നിയാസ് സർ. പറ്റുന്നവരൊക്കെ വരൂ. മനാൽ മാം, കുറച്ച് ആയി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. മനാൽ മാം ഒക്കെ അവിടെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഫസി, താങ്ക് യു നിയാസ് സർ. ജിഷ മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ഈ ഒരു ഏതായാലും നമ്മളൊരു 1 അവർ ഇവിടെ ഉണ്ട്. ഓൾമോസ്റ്റ് 1 അവർ ഇവിടെ ഉണ്ടാവും. ഒരുപാട് ഞാനിങ്ങനെ നീട്ടിക്കൊണ്ടുപോകില്ല. ഓക്കെ, കുഴപ്പമില്ല റെജീന മാം, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഞാൻ നിർബന്ധിക്കുന്നില്ല. മാക്സിമം പറ്റുന്നവരൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു 1-to-1 സെഷൻ പോലെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരാം. പറ്റുകയാണെങ്കിൽ വരാം. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വരാണെങ്കിൽ ഓക്കെ. ഇനി ഇല്ലെങ്കിലും നിങ്ങളുടെ ഈ ഒരു ഇതിൽ ലോഗിൻ ആയി എന്നത് തന്നെ എനിക്ക് എന്താ പറയാ, ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നൊരു നമ്മൾ നോ യുവർ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സൗണ്ട് ഒക്കെ ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ ആദ്യമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കേൾക്കാം വരുന്ന കേൾക്കാം. ഈ ആദ്യമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഐ എന്നൊന്ന് പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കായിരുന്നു. ആദ്യമായിട്ട് ഈ ഒരു വെബിനാറിലോ അല്ലെങ്കിൽ നമ്മുടെ റെറ്റോറിയ പ്ലാറ്റ്ഫോമിലോ എൻ്റെ ക്ലാസ് ഒക്കെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹിബ ഞങ്ങൾ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ടാ. ഹസീന ഫസ്റ്റ് ടൈം ആണ്. ആ, ആ, മനാൽ മാം ഫസ്റ്റ് ടൈം ആണോ? അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച മനാൽ മാം അല്ലേ? ഇനി ഓക്കെ. പിന്നെ വേറെ ആരാണ്? വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഫസ്റ്റ് ടൈം വരുന്നവർ? എനിവേ, എല്ലാവരെയും ഞാൻ ഈ ഒരു ഈവനിങ് വെബിനാറിലേക്ക് വെൽക്കം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇല്ലാത്ത ഫസ്റ്റ് ടൈം ആണെന്ന് പറയുന്ന കുറച്ച് ആളുകൾ ഉണ്ടല്ലോ, അവർക്ക് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. യെസ്, എൻ്റെ പേര് റസീന സിദ്ദിഖ്. ഞാനൊരു ഇമോഷണൽ വെൽനസ് കോച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അധിക വോയിസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച്, നമ്മുടെ തോട്ട്സിനെ കുറിച്ച്, മൈൻഡിനെ കുറിച്ചൊക്കെ. താങ്ക് യു സജിത. അങ്ങനെ പറയുമ്പോൾ എന്താണ്, ഞാനൊരു ഇമോഷണൽ വെൽനസ് കോച്ചാണ്. അതോടൊപ്പം തന്നെ ഒരു സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെബിനാർസുമായിട്ട് വരാറുണ്ട്. റിട്ടോറിയ പ്ലാറ്റ്ഫോം, അതേപോലെ തന്നെ റിട്ടോറിയ എഡ്യു ഹബ്ബ്, അതേപോലെ തന്നെ ജേർണി ടു സെൽഫ് ലവ്, പിന്നെ വേറെയും 1-2 ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് പല ഗ്രൂപ്പുകളിൽ നിന്ന് ലിങ്ക് കിട്ടിയിട്ടായിരിക്കും നിങ്ങളുടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അതിലൊക്കെ ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഒരു മാസം, ഈ ഒരു മാസം ഒരു 15-18, ഇപ്പോൾ 18th ആണല്ലോ, ഇപ്പോൾ ഒരു 18 ദിവസമായിട്ട് നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിനെ ബാലൻസ് ആക്കാൻ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ലൈഫ് അങ്ങോട്ട് ബാലൻസ് ആവുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ അതിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഒരു 10-18 ദിവസമായിട്ട്, പലരും ചിലപ്പോൾ അതിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും, ചിലരൊക്കെ കംപ്ലീറ്റ്ലി ക്ലിയർ ചാറ്റ് ചെയ്ത് പോകുന്നവരുണ്ടാവും, ചിലർ അതൊന്നുപോലും വിടാതെ കേൾക്കുന്നവരുണ്ടാവും. എന്തായാലും പലരിൽ നിന്നും പല റെസ്പോൺസ് എനിക്ക് കിട്ടിയപ്പോൾ അതിനെ ബേസ് ചെയ്ത് ശോഭന മാം, താങ്ക് യു. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ പിന്നെ എന്താ പറയാ, അതുവഴി നമ്മളൊരു കോഴ്സൊക്കെ പിന്നെ ഷെയർ ചെയ്ത സമയത്ത്, അതിനൊരു പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത സമയത്ത് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ച ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാനൊരു വെബിനാർ വെച്ചിട്ടുള്ളത്, നോ യുവർ ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ പറയണേ. സെക്കൻഡ്. സൗണ്ട് ഒക്കെ ഓഡിബിൾ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. സ്ക്രീൻ ഒന്ന് നോക്കണേ. സ്ക്രീൻ ഓപ്പൺ ആയിട്ടുണ്ടോ? കാണാവോ? ഇല്ലല്ലോ. ഇല്ല മാം. വന്നിട്ടില്ല? ഇല്ല. സെക്കൻഡ്. ഇപ്പോഴോ? ഇല്ല. വന്നോണ്ടിരിക്കും. വന്നു വന്നു വന്നു. വന്നു. ഇപ്പൊ ഫുൾ വ്യൂല് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഒരു സബ്ര മാം വന്നിട്ടുണ്ട് അല്ലേ?
വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വെബിനാറിന്റെ പോസ്റ്റ് നോ യുവർ ഇന്നർ ചൈൽഡ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ പിന്നെ ഇതുവരെ നമ്മുടെ ക്ലാസ് കേൾക്കാത്തവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കേൾക്കാത്തവർ, ഇന്ന് തന്നെ ഒരാൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രഗ്നന്റ് ആയ ഒരു ലേഡി, ഒരു പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അവര് അങ്ങനെയുള്ള ഇന്നർ ചൈൽഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും നമ്മുടെ ഉള്ളിലുള്ള ബേബിയാണോ, ഇനി പ്രഗ്നന്റ് ആയവരുടെ ഉള്ളിലുള്ള ബേബിയാണോ അങ്ങനൊന്നും വിചാരിക്കരുത്. അപ്പോൾ അധികം ആളുകൾക്ക് അറിയണ്ടാവും ഇന്നർ ചൈൽഡ് എന്ന് പറയുമ്പോൾ. നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുൻപേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബാലൻസ്ഡ് ലൈഫ് എന്ന് പറയുന്ന അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് വോയിസസ് ഞാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ അയച്ചപ്പോൾ എനിക്ക് കിട്ടിയ അധികമായിട്ടും എനിക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു അവര് ഞാനുമായിട്ട് ഷെയർ ചെയ്ത ഒരു കൺസേൺ എന്ന് പറയുന്നത്, ഈ ബാലൻസ്ഡ് ലൈഫ് ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ പറയുന്ന ചെറിയ ചെറിയ ടിപ്സ് ഇതൊക്കെ ഓക്കെയാണ്, ഇതിൽ പലതും ഞാൻ പറയാണ്ട് തന്നെ അവർക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ എന്താണ്, ഇത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് പലതും ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ചെയ്തു വരുന്നുണ്ട്, അല്ലെ കുറച്ച് കഴിയുമ്പോൾ അതെന്താണ് സ്കിപ്പായി പോകുന്നുണ്ട്, അത് പോസ്റ്റ്പോൺ ചെയ്തു പോകുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ല, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും മാം എനിക്കിങ്ങനെ, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ, ആ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ. കഴിഞ്ഞ ദിവസം ഞാനൊരു ടെക്സ്റ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ട് ഞാനിങ്ങനെയായി, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, എനിക്ക് എന്താ ഇത് ചെയ്യാൻ പറ്റാത്തത്, ഞാൻ എന്താ ഇങ്ങനെ ആയത്. ഇപ്പൊ നിരന്തരം നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം അല്ലേ, എന്തുകൊണ്ടായിരിക്കും എൻ്റെ ലൈഫിൽ ഇങ്ങനെയെന്ന്. പക്ഷെ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ നോക്കിയിട്ട് എൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത്, അല്ലെങ്കിൽ ഞാൻ എന്താണ്. ഇപ്പൊ ഇന്നർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇൻസൈഡ്, പലരും പറയാറുണ്ട് ലുക്ക് ഇൻസൈഡ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആ അകത്തേക്ക് നോക്കാൻ പറയുമ്പോൾ അകത്തേക്ക് എന്താ പ്രത്യേകിച്ച് നോക്കാൻ, അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുമോ? ഇല്ല, നമ്മുടെ 5 സെൻസസും പുറത്തേക്കാണ്, പുറത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ആക്സസ് ചെയ്യുക അല്ലെ. പക്ഷെ അകത്തേക്ക് നോക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ അത് എങ്ങനെ പറ്റും അല്ലേ? പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും നമ്മൾ ഞാൻ ആരാണ്, അതേപോലെ തന്നെ എൻ്റെ ഒരു പർപ്പസ്, അകത്തേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ ഹു ആം ഐ എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഒരു പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇന്നർ സെൽഫ് എന്താണ്. ഞാനിപ്പോൾ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്ന് ഇങ്ങനെ ജീവിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത്, ആ കാര്യങ്ങളിൽ പലതും എന്താണ് റെപ്പറ്റീഷൻ ആയിരിക്കും അല്ലേ. ആ റെപ്പറ്റീഷൻ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റെപ്പറ്റീഷൻ ആണ് പല കാര്യങ്ങളും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടോ, എനിക്ക് മാത്രമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ച എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടോ, അതെങ്ങനെ എനിക്ക് അതിലേക്ക് എത്താൻ പറ്റും, അതിൽ എൻ്റെ ഇന്നർ സെൽഫിന്റെ ഒരു പർപ്പസ് ഞാൻ കണ്ടെത്തുന്ന പർപ്പസുമായിട്ട് അലൈൻഡ് ആണോ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ചോദിച്ച് അതിനുള്ള ആൻസർ കണ്ടെത്തി, ഞാൻ എന്നെ കണ്ടെത്തി, എന്നെ മനസ്സിലാക്കി, എൻ്റെ ഉള്ളിലേക്ക് നോക്കി. അപ്പൊ അതിന്റെ പർപ്പസ് ഞാൻ കണ്ടെത്തി, ഞാൻ ജീവിക്കുന്ന പർപ്പസും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും അത് എൻ്റെ ഇന്നർ സെൽഫിന്റെ പർപ്പസും അലൈൻഡ് ആകുന്നുണ്ടോ. അതാവുന്ന സമയത്താണ് രണ്ടും ഒരേ രീതിയിലുള്ള ബാലൻസ് എന്ന് പറയുന്നത്. ആ ബാലൻസ് തെറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ എന്ന് കേട്ടിട്ടില്ലേ. അപ്പൊ എവിടെയോ എന്തോ ഒരു തകരാറ് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ബാലൻസ് ഇങ്ങനെ പോകുന്ന സമയത്ത്. അപ്പൊ അതിലേക്കാണ് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു നമ്മുടെ ലൈഫിനെ ബാലൻസ് ആക്കാൻ. അപ്പൊ ഈ ഒരു വെബിനാർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇന്ന് ചൈൽഡിനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല. അപ്പൊ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഹൂ ആം ഐ, ഞാൻ ആരാണ്. ഞാനിപ്പോ ഈ ചോദ്യങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാല് അല്ലെ, ഹു ആം ഐന്റെ ഉത്തരം പറയാൻ പറഞ്ഞാൽ നമുക്കൊക്കെ ഒരുപാട് ഈ പ്രസന്റ് ലൈഫിൽ, പ്രസന്റ് സിറ്റുവേഷനിൽ, പ്രസന്റ് കണ്ടീഷനിൽ നമുക്കൊക്കെ ആൻസർ ഉണ്ട്. എനിക്ക് എൻ്റെ ആൻസർ ആയിരിക്കില്ല നിങ്ങളുടെ ആൻസർ അല്ലേ. ഇവിടെ ശോഭന മാമിന്റെ ആൻസർ ആയിരിക്കില്ല ഷാനി മാമിന്റെ ആൻസർ, അതായിരിക്കില്ല സാബറ മാമിന്റെ ആൻസർ, അതായിരിക്കില്ല വേറൊരാളുടെ ആൻസർ. കാരണം എന്താണെന്നറിയോ, നമ്മളൊക്കെ ഇവിടെ പിന്നെ ഷേക്സ്പിയറിന്റെ ഒരു പോയത്തിൽ പറഞ്ഞ പോലെ 7 സ്റ്റേജസ് ഓഫ് ലൈഫ് ഉണ്ട് അല്ലേ. ആ 7 സ്റ്റേജസ് ഓഫ് ലൈഫിൽ ആദ്യം നമ്മളൊരു കുട്ടിയായിരുന്നു, പിന്നെ നമ്മൾ അതിൽ കുറച്ചുകൂടെ വളർന്നായി, പിന്നെ കുറച്ചുകൂടെ വളർന്നു. അപ്പൊ 7 സ്റ്റേജിൽ ഓരോ റോളും അല്ലെ, ലൈഫ് ഈസ് എ പ്ലേ എന്ന് പറയുന്നുണ്ട്, ആൻഡ് വി ആർ ഓൾ പ്ലേയേഴ്സ് എന്ന്. അതും അദ്ദേഹത്തിന്റെ ഒരു ഡ്രാമയിൽ പറയുന്ന ഒരു ഡയലോഗാണ്. ജീവിതം ഒരു ഡ്രാമയാണെങ്കിൽ നമ്മളൊക്കെ അതിൽ പ്ലേയേഴ്സ് ആണ്. നമ്മൾ വന്ന് ഓരോ വേഷങ്ങൾ എടുത്തണിയും, എന്നിട്ട് ആ വേഷങ്ങൾ ചിലപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, ചിലപ്പോൾ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരൂല. പക്ഷെ കാരണം അവിടെ നമ്മളിപ്പോ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയാം ഞാനിപ്പോ ഏത് ഞാനിപ്പോ സ്കൂളിൽ നിന്ന് വരികയാണ് ഞാൻ വൈകുന്നേരം അല്ലേ. അപ്പൊ സ്കൂളിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഫ്രം 10 to 4 ഞാൻ അവിടെ ആരാണ്, എൻ്റെ റോൾ ഒരു ടീച്ചർ എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് എനിക്ക് സ്കൂളിൽ പോയിട്ട് കുട്ടിയോട് പറയാൻ പറ്റൂല ഞാനൊരു ഇമോഷണൽ വെൽനസ് കോച്ചാണെന്ന്. അവരുടെ മുമ്പിൽ ഞാനൊരു ടീച്ചർ മാത്രമാണ്. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ നിങ്ങളുടെ ടീച്ചറാന്ന് പറയാൻ പറ്റൂല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആരാണ്,
ഞാനൊരു ഇമോഷണൽ വെൽനസ് കോച്ചാണ്. ഇവിടെ വന്നിട്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാൻ പറ്റൂല ഞാൻ ടീച്ചറാണ്, എന്നെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്, അല്ലെങ്കിൽ ഞാനൊരു ഇമോഷണൽ വെൽനസ് കോച്ചാണ്, ഞാനൊരു സൈക്കോളജിക്കൽ കൗൺസിലറാണ്. എനിക്ക് ഇവിടുന്ന് എൻ്റെ മക്കളുടെ അടുത്ത് പറയാൻ പറ്റൂല. അവിടെ ഞാൻ എടുക്കുന്ന റോള് വേറെയാണ് അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പാരൻസിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് പറയാൻ പറ്റൂല. അവിടെ ഞാൻ എടുക്കുന്ന റോള് വേറെയാണ് അല്ലേ? സത്യമല്ലേ? യെസ് ഓർ നോ? നിങ്ങൾക്ക് ചാറ്റിലൂടെ എനിക്ക് റെസ്പോൺസ് ഒക്കെ തരികയാണെങ്കിൽ ഞാനിങ്ങനെ മനസ്സിലാക്കും യു ആർ കണക്ടിങ് വിത്ത് മീ, Yes. ഞാനുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അല്ലേ? അപ്പൊ ഇതിനൊക്കെ നമുക്ക് ആൻസർ ഉണ്ട് അല്ലേ? ഡിഫറെന്റ് റോൾസ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ കോണ്ടെക്സ്റ്റിലും എനിക്ക് ആൻസർ ഉണ്ട്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കണ്ടോ, ക്യാൻ യു റിമെമ്പർ ഹു യു വെയർ ബിഫോർ ദ വേൾഡ് ടോൾഡ് യു ഹു യു ഷുഡ് ബി? അല്ലെ, നമ്മൾ ആരാകണമെന്നും ഈ പ്രസന്റ് കണ്ടീഷനിലും ഞാൻ ആരാണ് എന്ന് അല്ലെ നമ്മൾ ഒന്നുകിൽ നമ്മൾ ആക്കിയതാവാം, അല്ലെങ്കിൽ ആ ഒഴുക്കിനനുസരിച്ച് നമ്മൾ ആയതാവാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങനെ ആയി വന്നതാകാം, അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ആയതാവാം, അല്ലെങ്കിൽ പാരന്റ്സ് അങ്ങനെ ആക്കിയത്, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഈ റോളൊക്കെ ചെയ്യുന്നവരാ നമ്മൾ. പക്ഷെ അതിന് മുന്നേ അല്ലെ, നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അവിടെ ചോദിക്കുന്നത്, കാൻ യു റിമെമ്പർ ഹു യു വെയർ? ഇപ്പൊ ഇത് നമ്മളുടെ ചുറ്റിലുള്ള സൊസൈറ്റിയോ ആരെങ്കിലും ഒക്കെ നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്ത് തന്ന ഒരു സംഗതിയാണ് ഈ ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ റോൾസ് ഒക്കെ. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനിച്ച സമയത്ത് നമ്മൾ ഇതൊന്നും അല്ല. ആണോ? ഞാൻ ജനിച്ച സമയത്തും നിങ്ങൾ ജനിച്ച സമയത്തും ഞാനന്ന് ഇമോഷണൽ വെൽനസ് കോച്ചും അല്ല, ടീച്ചറും അല്ല, സൈക്കോളജിക്കൽ കൗൺസിലറും അല്ല, അങ്ങനെ ഒന്നൊരു സംഭവമല്ല ഞാൻ. ആ ഒരു അവയർനെസ്സിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. സ്പെഷ്യലി സാധാരണ നമ്മൾ സെഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കോഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ പറയാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ ആ ഒരു കാര്യം അതും കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇന്നർ ചൈൽഡിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ അത് പറയുന്ന ഒരു 3 മന്ത് 90 ഡേയ്സ് ജേണി എന്ന് പറയുമ്പോൾ ഒരു 3 മന്ത് ജേണിയാണ്. നമ്മൾ അല്ലെ നമ്മളെ മറച്ചു വെച്ചിരിക്കുന്ന എന്തോ ഒരു സംഗതി അതിനങ്ങ് കളഞ്ഞിട്ട് നമ്മുടെ ആ സെൽഫ് ഹീലിംഗിലൂടെയും, ആ സെൽഫ് ഹീലിംഗ് നടക്കുമ്പോഴാണ് നമ്മുടെ സെൽഫിനെ നമുക്ക് ഡിസ്കവർ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാൻ നമുക്ക് പറ്റുക. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ അറിയാൻ പറ്റും അല്ലെ? അപ്പൊ മാത്രമേ എനിക്ക് എന്നെ അറിയാൻ പറ്റൂ. ഇപ്പൊ നമ്മൾ എന്തിനൊക്കെയോ അങ്ങനെ കുടുങ്ങിക്കിടന്ന് ഏതൊക്കെയോ റോൾ എടുത്ത് പുറത്തു നിന്നും എനിക്ക് അട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട റോളുകൾ എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ പോവാ ഞാൻ. സത്യമല്ലേ? ഇവിടെ ഈ സെൽഫ് ഹീലിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണിത്. അതായത് ഞാൻ സ്റ്റക്ക് ആവുന്നു, ഞാൻ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു, മാം പറയുന്ന ടാസ്കുകൾ 2-3 ദിവസം സ്കിപ്പായി പോകുന്നു, ഇവർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എനർജൈസ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇന്ന് എന്നെ വിളിച്ചൊരു കോൾ എന്നോട് പറഞ്ഞത് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, അപ്പോഴത്തേക്ക് ഞാൻ വീക്കായി പോകുന്നു എന്നാണ്. കാരണം എന്താണെന്നറിയോ? എന്തിനേക്കാളും നമ്മൾ എന്തൊക്കെ നേടിക്കഴിഞ്ഞാലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മൈ മെന്റൽ ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാൻ എനി റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ വെൽത്ത് ആയാലും എന്തായാലും എൻ്റെ മെന്റൽ ഹെൽത്ത് ആണ്. ഇനിയിപ്പൊ ഞാൻ തളർന്ന് കിടക്കുകയാണ് പോലും മെന്റലി ഞാൻ സ്ട്രോങ് ആണെങ്കിൽ ആ കിടന്ന കിടപ്പിൽ എനിക്ക് കിടക്കാൻ പറ്റും. നമ്മൾ ഹെൽത്ത് എന്ന് പറഞ്ഞാലും നമ്മൾ പറയാണ്ട് ഹെൽത്ത് ആണ് വെൽത്ത് എന്ന് പറയും. ഹെൽത്ത് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇനിയിപ്പോ അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം, ആ മനസ്സിന് ഉറപ്പുണ്ടായിട്ട് മാത്രം കാര്യമുണ്ടോ? കാര്യമുണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ മെന്റൽ ഹെൽത്ത് ആണ്, നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ആണ് അല്ലേ? ഞാൻ പറഞ്ഞാൽ ഇമോഷണൽ വെൽനസ് കോച്ച് ആണ്. ഇമോഷണലിനെ സ്റ്റേബിൾ ആക്കി നിർത്തുന്ന, ഇമോഷണൽ എന്താ പറയാ ബാലൻസ്ഡ് ആക്കി നിർത്തി മെന്റൽ ഹെൽത്തിനെ ഓക്കെ ആക്കി കഴിഞ്ഞാൽ അതിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് വേറെ എന്തെല്ലാം ഡിഫോമിറ്റീസ് ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയെടുക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഇത് ആദ്യം അതൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റേബിളായി നമ്മൾ നേരെ നിന്നിട്ടാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് സ്റ്റേബിൾ ആക്കി നിർത്തുമ്പോഴാണ്. ഫിസിക്കലി എത്രത്തോളം ഡിഫോമിറ്റീസ് ഉണ്ടെങ്കിലും നമുക്ക് അതിനൊക്കെ മറികടക്കാൻ എന്തുകൊണ്ട് കഴിയുന്ന പറയുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്ത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 30 ഡേയ്സ് ജേർണി ഓഫ് സെൽഫ് ഹീലിംഗ് ആൻഡ് സെൽഫ് ഡിസ്കവറി ഒരു കോഴ്സ് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ ബാക്കി ഞാൻ അതിന് ശേഷം പറയാം. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇന്നർ ചൈൽഡ് അല്ലേ? ഇന്നർ ചൈൽഡ് എന്താണ്? ഈ ഇന്നർ ചൈൽഡും നമ്മളുമായുള്ള കണക്ഷൻ എന്താണ്? എന്തിനാണ് നമ്മൾ ഈ ഇന്നർ ചൈൽഡിനെ കുറിച്ച് പഠിക്കുന്നത്? ഇത് നമ്മുടെ ഉള്ളിലുള്ള ഒരു കുട്ടിയാണോ എന്താണ് എന്ന് അതിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ അല്ലെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു വലിയൊരാളുണ്ട്, ചെറിയൊരു കുട്ടിയുണ്ട് അല്ലെ? ആ ചെറിയ കുട്ടി അതാണ് ഇന്നർ ചൈൽഡ് എന്ന് പറയുമ്പോൾ അതൊരു കുട്ടിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ യങ്ങർ വേർഷൻ ഓഫ് യു ദാറ്റ് സ്റ്റിൽ ലിവ് ഇൻസൈഡ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പാർട്ടായിട്ട്
അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ സെൽഫിന്റെ പാർട്ടായിട്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അതിന്റെ ഫുൾ ആക്സസ് ഈ ഇന്നർ ചൈൽഡിന്റെ കയ്യിലാണ്. നമ്മുടെ ലൈഫിന്റെ ഫുൾ നമ്മൾ പറയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാന്ന് പറയും അല്ലേ, നമ്മുടെ ബ്രെയിൻ ആണെന്നൊക്കെ നമ്മൾ പറയും. ഇപ്പൊ മൈൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഗതിയേ അല്ല സത്യം പറഞ്ഞാല്. അവിടെ മൈൻഡും ഇല്ല, കോൺഷ്യസ് മൈൻഡും ഇല്ല, സബ് കോൺഷ്യസ് മൈൻഡും ഒന്നുമില്ല. പക്ഷെ നമുക്കിതൊരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അല്ലേ, മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സംഗതി എടുത്ത് പറഞ്ഞേ പറ്റൂ. അതിന് ഉള്ളൊരു ടേമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഇപ്പൊ സമയം എത്രയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്ലെ, സമയം എത്രയുമായി എന്ന് ഞാൻ ഇവിടുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സമയം ഇവിടെ എന്താണ് ഒരു സമയമാണ്. അവിടെ ഷാനിമാം സമയം എത്രയായി? ഷാനിമാം ഒന്ന് പറയാവോ? ഷാനിമാം അവിടെ അല്ലേ? സമയം എത്രയായി? സമയം 10:53. 10:53. സാബിറ മാം സമയം എത്രയായി? 7:23. 7:23. ആരാ ഇതിൽ കള്ളം പറയുന്നത്? അല്ല, 8:23. ശോഭന മാം സമയം എത്രയായി? 7 മണി. 7 മണി. മൂന്നാള് പറഞ്ഞ സമയവും 3 ടൈം. ഇനിയിപ്പോ നമ്മുടെ ഇല്ലേ നുസ്രത്ത് ഇതിലില്ല. നുസ്രത്ത് ഇവിടെ ഉണ്ടെങ്കിൽ കാനഡയിലെ ടൈം പറയും അല്ലേ. അപ്പൊ ഇതിൽ ആരാ കള്ളം പറയുന്നത്? ഇതൊന്നും അല്ല ടൈം എന്ന് വിചാരിച്ച് ഇതിന് ഡിഫറെന്റ്, ഓരോ സ്ഥലത്തും ഡിഫറെന്റ് ടൈം ആണെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു ടൈം എന്ന് പറയുന്ന സംഗതിയേ ഇല്ല. അത് വിദ്യ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതേപോലെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊരു സംഗതി ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ മൈൻഡിനെ കുറിച്ച്, നമ്മുടെ ലൈഫിനെ കുറിച്ച്, നമ്മുടെ പാറ്റേണിനെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് ഈ ഒരു സംഗതി എടുത്ത് പറഞ്ഞേ പറ്റൂ. അവിടെയാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പേരൊക്കെ കൊടുക്കുന്നത് അല്ലേ. അപ്പൊ ഇന്നർ ചൈൽഡ് അതവിടെ നിൽക്കട്ടെ. ഈ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഭാഗം തന്നെയാണ്. നമ്മളുടെ ഇപ്പോഴും എൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഉള്ളിലുള്ള, എന്നാൽ എൻ്റെ ഫീലിങ്സിന്റെ, എൻ്റെ മെമ്മറീസിനെ, എൻ്റെ കഴിഞ്ഞു പോയ എക്സ്പീരിയൻസിനെ, എസ്പെഷ്യലി ഇൻ മൈ ചൈൽഡ്ഹുഡ്, എൻ്റെ കുട്ടിക്കാലത്ത് കഴിഞ്ഞു പോയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിനെ, എന്നിലൂടെ കടന്നുപോയ ഫീലിങ്സിനെ, ഞാൻ കാര്യങ്ങളെ പെർസീവ് ചെയ്ത രീതിയെ, എൻ്റെ മെമ്മറീസിയൊക്കെ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്ന എൻ്റെ ഒരു സ്വന്തം പാർട്ടാണ് എൻ്റെ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് അല്ലെ. അതൊരു സെപ്പറേറ്റ് ബീയിങ് അല്ല. ഞാൻ ഈ പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അല്ലെ, ഇമോഷണൽ ആൻഡ് എന്താണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ഭാഗം തന്നെയാണ്, എൻ്റെ മൈൻഡിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതെങ്ങനെ ഫോം ചെയ്ത്, എപ്പോൾ ഫോം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എക്സ്പീരിയൻസ് എപ്പോഴാണോ ഉണ്ടാവാൻ തുടങ്ങിയത്, എപ്പോഴാണോ ഞാൻ പിന്നെ ഫീലിങ്സിലൂടെ കടന്നു പോകാൻ തുടങ്ങിയത്, എപ്പോഴാണോ ഞാൻ എൻ്റെ 5 സെൻസസ് യൂസ് ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങിയത്, അന്ന് മുതൽ എന്നിൽ ഫോം ചെയ്തിട്ടുള്ള, എന്നിൽ ഡെവലപ്പ് ആയിട്ടുള്ള അല്ലെ, എൻ്റെ ബിലീഫ് സിസ്റ്റം അടക്കം അടങ്ങുന്ന ഒരു പാർട്ടാണ് എൻ്റെ ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ അല്ലേ. അവിടെ എന്തൊക്കെ ഉണ്ടാവും? എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉണ്ടാവും. അത് ഒരു പക്ഷേ പ്ലസന്റ് ആയിരിക്കാം, ഒരു പക്ഷേ പെയിൻഫുൾ ആയിരിക്കാം. പെയിൻഫുൾ ആയിരിക്കാം, പ്ലസന്റും ആയി, നല്ലതുമായി മോശതുമായിട്ടുള്ള പല ചൈൽഡ്ഹുഡ് മെമ്മറീസ് നമുക്ക് ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ അന്ന് നമ്മുടെ ലൈഫിൽ കടന്നു പോയിട്ടുള്ള ഒരുപാട് നമ്മൾ ആഗ്രഹിച്ച, നമ്മുടെ നീഡ് ഓഫ് ലവ് ഉണ്ട്, സേഫ്റ്റി ഉണ്ട്. കുട്ടിക്കാലത്തൊക്കെ പ്രത്യേകിച്ച് നമ്മൾ സേഫ്റ്റി, സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി, കാരണം നമ്മൾ ഡിപ്പെൻഡന്റ് ആണ് കംപ്ലീറ്റ്ലി. അതേപോലെ അക്സെപ്റ്റൻസ് ഉണ്ട്. കുട്ടികൾക്ക് എപ്പോഴും വേണ്ടത് അറ്റൻഷൻ ആൻഡ് അക്സെപ്റ്റൻസ് ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറ്റൻഷൻ ആൻഡ് അക്സെപ്റ്റൻസ് ആണ്. അത് കിട്ടാൻ വേണ്ടിയായിരിക്കും അവർ പല കളികളും കളിക്കുന്നത്. അപ്പൊ അവർ ആഗ്രഹിക്കുന്ന, പക്ഷെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ എപ്പോഴും അതിനു വേണ്ടി ക്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, അന്ന് അത് കിട്ടാതെ സ്റ്റക്കായി പോയിട്ടുള്ള ഒരു ഇന്നർ ചൈൽഡ്, അല്ലെങ്കിൽ ദാറ്റ് പാർട്ട് ഇസ് ദെയർ, ദാറ്റ് എക്സ്പീരിയൻസ് സ്റ്റിൽ ഇൻ അവർ സബ് കോൺഷ്യസ് മൈൻഡ്. അത് ഇപ്പോഴും നമ്മുടെ ജീനിന്റെ ചിലതൊക്കെ നമ്മൾ പറയല്ലേ, ജനറ്റിക് ആന്ന് പറയല്ലേ. ജനറ്റിക് ആന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടായപ്പോ മുതലുള്ളത് ഇല്ല നമുക്ക് പറയാൻ പറ്റുമോ? അതായത് ജീനിലുള്ളതാന്ന് പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ ജനിച്ചത് മുതലുള്ള കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിലില്ലാന്ന് ഒരാളുടെ ജീൻ അല്ലെങ്കിൽ DNA പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഹെറിഡിറ്ററി കിട്ടും, അയാളുടെ പിന്നെ എന്താ പറയാ ബേർത്ത് ഓൺവേർഡ്സ് ഉള്ള കാര്യങ്ങൾ കിട്ടും, അങ്ങനെ പല കാര്യങ്ങളും കിട്ടും. ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റിൽ ദെയർ. അതവിടെ ഉള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പൊ സയൻസ് കുറച്ചുകൂടെ ഒക്കെ ഡെവലപ്പ് ആയി കഴിഞ്ഞാല് അതിന്റെ അപ്പുറത്തേക്ക് ഇനിയും കുറെ കാര്യങ്ങൾ കിട്ടുമായിരിക്കും, ഈ DNA-യും ജീനൊക്കെ പിന്നെ എക്സാം ചെയ്ത് കഴിയുമ്പോൾ. അതേപോലെ ഞാൻ ഈ പറഞ്ഞ മെമ്മറീസ് ഉണ്ട്, നീഡ്സ് ഉണ്ട്, നമ്മുടെ ഹാപ്പി മൊമെന്റ്സ് ഉണ്ട്, നമ്മുടെ ക്രിയേറ്റിവിറ്റി ഓൾസോ സ്റ്റിൽ ദെയർ. കാരണം നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികൾ ട്രൈ ചെയ്യാത്ത, പറയാൻ ശ്രമിക്കാത്ത, ചെയ്യാൻ ശ്രമിക്കാത്ത എല്ലാത്തിലും അവർ കൈവച്ച് നോക്കും. കാരണം അവർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്.
അവർക്ക് എന്താ പറയാ ആ കോൺഫിഡൻസ് അവർക്ക് ഉണ്ട് കുട്ടിയായിരുന്ന സമയത്ത്. പിന്നീട് എപ്പോഴൊക്കെയോ അരുത് 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 അരുത്, വേണ്ട 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 എന്ന് പറഞ്ഞിട്ട് അത് ഇല്ലാണ്ടായി പോയതാ. പക്ഷെ അത് എവിടെയുണ്ട്? ആ പാർട്ടിൽ, ആ ജീനിന്റെ ഉള്ളിൽ, ആ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് അവിടെ ഉണ്ട്, ആ ഇന്നർ ചൈൽഡിൽ അത് ഉണ്ട്. പക്ഷെ ഏതാണ് ഡൊമിനന്റ് ആണ് എന്നാണ് നോക്കേണ്ടത്. ഈ ഒരു പ്ലസന്റ് എക്സ്പീരിയൻസ് ആണോ, പെയിൻഫുൾ എക്സ്പീരിയൻസ് ആണോ, ക്രിയേറ്റിവിറ്റി ആണോ, അത് ഇന്നസെൻസ് ആണോ, അതോ നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് ആണോ? ഒരാളോടും പറയാൻ പറ്റാത്ത, പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതുന്ന, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോ, പ്രത്യേകിച്ച് ഗുഡ് ടച്ച് ബാഡ് ടച്ച് പോലെയുള്ള കാര്യങ്ങൾ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ സമയത്ത് അതിനെ വേണ്ട രീതിയിൽ എന്നെ അന്ന് അഡ്രസ്സ് ചെയ്യുകയോ അതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയോ ചെയ്യാത്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു വൂണ്ടാണ്. അന്ന് ഉണ്ടായിട്ടുള്ള ഫിയേഴ്സ്, അൺമെറ്റ് ഇമോഷൻസ്, അല്ലെ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നർ ചൈൽഡ്. ഇതൊക്കെ എവിടെ ഉണ്ട്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്. കാരണം എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഞാൻ ഈ പറഞ്ഞ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോഴേക്കും അതില്ല, ഉണ്ട്, നിങ്ങൾ ഏത് വിശ്വസിച്ച് കഴിഞ്ഞാലും ഈ മൈൻഡ് ആൻഡ് ബോഡി കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി തന്നെയാണെന്ന് പറയും. ആ ബോഡി തന്നെയാണെങ്കിൽ നമ്മുടെ സെല്ലുലാർ മെമ്മറിയിൽ ഇതെല്ലാം സ്റ്റോർഡ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇന്നർ ചൈൽഡ് ഒന്നുകിൽ ഹാപ്പി എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ സാഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇന്നർ ചൈൽഡ് നമുക്കൊക്കെ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പൊ ആ ഇന്നർ ചൈൽഡ് അതൊരു വൂണ്ടഡ് ഇന്നർ ചൈൽഡ്, നല്ല പ്ലസന്റ് എക്സ്പീരിയൻസ് ആണെങ്കിൽ, അല്ലെ, അതൊരു വൂണ്ടഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എങ്കിൽ ആ ഇമോഷൻസിനെ ക്യാരി ചെയ്ത് അത് എന്തായിട്ടില്ല, അതിനെ ആരും, അല്ലെ, ഒരു മുറിവുണ്ടായി കഴിഞ്ഞിട്ട് അതിനെ ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിങ്ങനെ ക്യാരി ചെയ്തൊരു ഇമോഷണൽ പെയിൻ ആയിട്ട് ചൈൽഡ്ഹുഡിൽ ഹോൾഡ് ചെയ്ത്, ആ നെഗ്ലക്റ്റ് ആയാലും ക്രിറ്റിസിസ് ആയാലും ഫിയർ ആയാലും ട്രോമ ആയാലും അൺമെറ്റ് നീഡ്സ് ആയാലും എന്ത് തന്നെ ആയാലും അതവിടെ കിടക്കുമ്പോൾ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ട്രാൻസ്ഫോർമേഷനിലുള്ള ഏറ്റവും വലിയൊരു ടൂളാണ്, ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഏറ്റവും വലിയൊരു ടൂൾ എന്താണെന്നറിയോ? റീപ്രോഗ്രാമിംഗ്. ബ്രെയിനിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുക, ബ്രെയിനിന്റെ പാറ്റേണിനെ മാറ്റുക എന്നുള്ളതാണ്. പക്ഷെ ആ മാറ്റാൻ വേണ്ടി പല ആക്ടിവിറ്റീസ്, ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ അന്ന് ഉണ്ടായിട്ടുള്ള ആ കാര്യങ്ങളെ എടുത്ത് നമ്മൾ അതിന്, ആ ഇന്നർ ചൈൽഡിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ, ആ ഇന്നർ സെൽഫിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? കാരണം അതവിടെ ഫോം ചെയ്തിട്ടുള്ളത്, അല്ലെ, പാരന്റൽ ആയിട്ട്, അല്ലെ, പാരന്റൽ ആണ് മെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട പാരന്റ്സ് ആർ റെസ്പോൺസിബിൾ. പാരന്റ്സ് ആർ റെസ്പോൺസിബിൾ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഡോണ്ട് ഗോ ഫോർ ബ്ലെയിമിങ് ദം. അവരെ ബ്ലെയിം ചെയ്യാനും പോകരുത്. കാരണം നമ്മളെ പാരന്റിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ എന്താ പറയാ, ബയോളജിക്കൽ പാരന്റ്സ് ഉണ്ട് നമുക്ക്, അതേപോലെ തന്നെ സോഷ്യൽ പാരന്റിങ് നടക്കുന്നുണ്ട്, ഇല്ലേ? ബയോളജിക്കൽ പാരന്റിങ് ഉണ്ട്, സോഷ്യൽ ഇതൊക്കെ നടക്കുന്ന സമയത്ത് പാരന്റ്സിൽ നിന്ന് മാത്രമല്ല നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്, പുറത്തുനിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ അതെല്ലാം കൂടെ നമുക്ക് ആവുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ വലുതായി കഴിയുമ്പോഴും, കാരണം ഈ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടുമ്പോൾ, ഇപ്പോൾ ഇന്നർ ചൈൽഡ് വൂണ്ട് എന്ന് പറഞ്ഞാൽ ആ നെഗറ്റീവ് ആയിട്ട് കിട്ടിയ കാര്യങ്ങൾ, ആ നെഗ്ലക്റ്റ് ആണ്, ക്രിറ്റിസിസം ആണ്, അല്ലെങ്കിൽ ട്രോമാറ്റിക് ആണെങ്കിൽ അതെന്താണോ അതാണ് പിന്നീട് നമ്മുടെ ലിമിറ്റിംഗ് ആയിട്ടുള്ള സബ് കോൺഷ്യസ് പ്രോഗ്രാം ആയിട്ട്, ലിമിറ്റിംഗ് ബിലീഫ് ആയിട്ട്, എപ്പോഴെങ്കിലും അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന ഒരു ബിലീഫ് സിസ്റ്റം, അല്ലേ? അല്ലെങ്കിൽ എന്താ പറയാ, വഴക്ക് കൂടുന്ന പാരന്റ്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണ്, അല്ലെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ് എന്നുള്ളൊരു ബിലീഫ് സിസ്റ്റം. അല്ലെങ്കിൽ തമാശക്കെങ്കിലും കുട്ടികളോട് നിന്നെ വേണ്ട, അല്ലെങ്കിൽ ചെറിയ കുട്ടി ഉണ്ടാകുമ്പോൾ വലിയ കുട്ടിയോട് നിന്നെ വേണ്ട എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് റിജക്ഷൻ, എന്നെ വേണ്ടാതാകുമോ എന്നുള്ളൊരു ബിലീഫ് സിസ്റ്റം. ഓക്കെ, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത്, ഞാൻ വോയിസിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു, പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്നറിയോ? ഹൈറ്റിന് പേടിയാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് പേടിക്കേണ്ടതാണെന്ന് കുട്ടിക്ക് ആദ്യം അറിയില്ല, അത് പറഞ്ഞ് പഠിപ്പിച്ചതാണ്. ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വീഴും. അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? കുട്ടി അവിടെ പഠിച്ചു, ഉയരം ഈസ് ഈക്വൽ ടു ഡേഞ്ചറസ്, ഉയരത്തിലേക്ക് പോകാൻ പാടില്ല, വീഴും. അങ്ങനെ പഠിച്ച ഒരു കുട്ടിയുടെ ഉള്ളിൽ പ്രോഗ്രാംഡ് ആയി, കുട്ടി എപ്പോഴൊക്കെ എന്താ പറയാ, മുകളിലേക്ക് കയറാൻ പോകുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ എന്തായാലും ബ്ലെസ്ഡ് ആണ് കേട്ടോ ഒരു കാര്യത്തില്. എന്താണെന്നറിയോ? നമ്മുടെ സബ് കോൺഷ്യസ് പാർട്ടായാലും നമ്മുടെ ബ്രെയിനിന്റെ പ്രോഗ്രാമിംഗ് ആയാലും, അത് നിങ്ങൾ എന്ത് തന്നെ, ബ്രെയിനിന്റെ ഫങ്ഷണൽ പാർട്ടിനെയാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ത് തന്നെ ആയാലും അത് നമ്മളെ
സേഫ് സോണിൽ നിർത്താൻ എപ്പോഴും ശ്രമിക്കുക. സേഫ് സോണിൽ മാത്രമല്ല, നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന എന്താണോ അത് നമുക്ക് ആക്കി തരാനാ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അത് അന്ന് ആക്കിയിട്ടുള്ളത് ഉയരം ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഫിയർ എന്നാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. എപ്പോഴൊക്കെ ഉയരത്തിലേക്ക് പോകുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിൽ എന്താ, ഉയരം ഈസ് ഈക്വൽ ടു ഡേഞ്ചറസ്, താഴെ നിൽക്കുന്നത് ഈസ് ഈക്വൽ ടു സേഫ്റ്റി ആണെങ്കിൽ ആ താഴെ നിർത്താൻ വേണ്ടി നമുക്ക് ഫിയറിനെ ക്രിയേറ്റ് ചെയ്ത് തരും. മനസ്സിലാവുന്നുണ്ടോ? അല്ല, അൺലെസ് ആൻഡ് അൺടിൽ വി ബ്രേക്ക് ദ പാറ്റേൺ, ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നവരെ. പിന്നെ മറ്റൊരു കാര്യം, ഈ ഉയരം എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഈ ഹൈറ്റ് എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ തന്നെ ആ ഒരു പൊസിഷണൽ ആയിട്ടുള്ള ഹൈറ്റ്, ഫിസിക്കൽ ഹൈറ്റ് മാത്രമല്ല, ഒരു പൊസിഷണൽ ഹൈറ്റിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അതൊരു ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഇനി ഫിയർ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ആ വ്യക്തിക്ക് ചിലപ്പോൾ സക്സസിലേക്ക് പോവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദാറ്റ് ഈസ് ഈക്വൽ ടു ഡേഞ്ചറസ് എന്നുള്ള പ്രോഗ്രാമാണ് എൻ്റെ ഉള്ളിലെങ്കിൽ അത് ഒരിക്കലും ചെയ്യാൻ എല്ലാ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നതിന് പകരം അത് ചെയ്യാതിരിക്കാനുള്ള എല്ലാ സിറ്റുവേഷൻസും എനിക്ക് കുക്ക് ചെയ്ത് തരും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ്. മനസ്സിലാവുന്നുണ്ടോ? അതിന് ആർക്ക് റോൾ ഉണ്ട്? എനിക്ക് ഇന്നർ ചൈൽഡിൽ കിട്ടിയിട്ടുള്ള ആ എക്സ്പീരിയൻസിന്റെ റോൾ ഉണ്ട്, അല്ലേ? അപ്പൊ ഒരിക്കലും ഇവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ പറയുന്നുണ്ടാവും, എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല, എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല, അല്ലെ? എൻ്റെ പാരന്റ്സ് ആർ ഗുഡ്, അല്ലെ? പാരന്റ്സ് നല്ലതായിരുന്നു, പാരലൽ പ്രോഗ്രാം, സോഷ്യൽ പാരന്റ്, ഇതൊന്നും ഞാൻ ഓർക്കുന്നില്ല, അല്ലെ? പക്ഷെ അവിടെയാണ് നമുക്കൊരു പക്ഷേ നമ്മളിൽ ഉണ്ടായിട്ടുള്ള സോഷ്യൽ പാരന്റിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ടില്ലെങ്കിൽ കണ്ട് കേട്ട് പഠിച്ച നമ്മൾ ബിലീഫ് സിസ്റ്റത്തിൽ ഉറച്ചു പോയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. ഇനി അതും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും ഉണ്ടാവാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ അതെങ്ങനെ നമുക്ക് മനസ്സിലാവാ? ഈ ഒരു അഡൾട്ട് സ്റ്റേജിലേക്ക് എത്തിയപ്പോഴും അതിന്റെ ഒരു ഇൻഡിക്കേഷൻസ്, സയൻസ്, അല്ലെ? ദാറ്റ് ഇൻസെക്യൂരിറ്റി, നിന്നെ വേണ്ട എന്ന് ചിലപ്പോൾ പറഞ്ഞിട്ട് തമാശയായിട്ടായിരിക്കും പാരന്റ്സ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോഴും വലുതാകുമ്പോഴും എനിക്ക് പേടിയാ, എന്നെ വേണ്ടാണ്ടാവോ, എൻ്റെ ഹസ്ബൻഡിന് എന്നെ വേണ്ടാണ്ടാവോ, എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ടാണ്ടാവോ. അപ്പൊ അവർക്ക് വേണ്ടതാവാൻ വേണ്ടി ഞാൻ പീപ്പിൾ പ്ലീസിങ് ആവും, അവരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടി ഞാൻ ചിലപ്പോ എന്നെ തന്നെ മറന്നിട്ട് എൻ്റെ സ്വന്തം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെ പീപ്പിൾ പ്ലീസിങ് ചിലപ്പോൾ ആയിപ്പോകും, അല്ലേ? ചിലപ്പോൾ ഞാൻ എൻ്റെ ആങ്കർ, ചിലപ്പോൾ എനിക്ക് ഫിയർ ഓഫ് റിജക്ഷൻ ഉണ്ടാവും, അല്ലേ? ഞാൻ ഒരു കാര്യം എന്നെ ചെയ്യാൻ ഏൽപ്പിച്ചാൽ ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. സോ ഇപ്പൊ നിങ്ങളിലെ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു കാര്യം, റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇന്നർ ഡയലോഗ് ഉണ്ടല്ലോ, അതെന്തായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങളോടൊന്ന് 4 വാക്ക് സംസാരിക്കാൻ സ്റ്റേജിൽ കയറാനോ അല്ലെങ്കിൽ ഒരു ടീമിന്റെ ഒരു ലീഡർ ആവാനോ ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇന്നർ ടോക്ക് എന്തായിരിക്കും? ചിലപ്പോ പേടി ഉണ്ടാകും, അല്ലേ? ചിലപ്പോ നമുക്ക് ഡൗട്ട്ഫുൾ ആയിരിക്കും, എനിക്കിത് പറ്റുമോ, എന്റെ കൂടെ നടക്കുമോ, അല്ലെങ്കിൽ വാട്ട് അതേഴ്സ് തിങ്ക്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഇന്നർ ഡയലോഗ് ആയിട്ട് വരുന്നുണ്ടാകും. ഇത് നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ പോയി പഠിച്ചു വെച്ച കാര്യങ്ങളാണോ? ഇത് ആരെങ്കിലും നിങ്ങളെ ദിസ് ഈസ് ഈക്വൽ ടു, അല്ലെ? പിന്നെ റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോൾ നീ ഇങ്ങനെ ചിന്തിക്കണം, അല്ലെ? പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെ, അല്ലെ? മറ്റുള്ളവരെന്ത് ഇങ്ങനെ പാരന്റ്സ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതേസമയം സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? അതുമില്ല. പക്ഷേ സബ് കോൺഷ്യസ്ലി വി ഹാവ് ലേൺഡ് ആൻഡ് ക്രിയേറ്റഡ് അവർ പാറ്റേൺ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ പാറ്റേൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബിലീഫ് സിസ്റ്റം ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത്, നിങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും നിങ്ങൾ അതായി മാറുന്നു, അല്ലെ? നമ്മളെ കുറിച്ചാണെങ്കിലും മറ്റുള്ളവരെ കുറിച്ചാണെങ്കിലും നമ്മൾ എന്താണോ ഹോൾഡ് ചെയ്യുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് നമുക്ക് കുക്ക് ചെയ്ത് തരും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മളിപ്പോൾ ചിലപ്പോൾ ചിലർ അതിനെ യൂണിവേഴ്സ് ആക്കി തരുമെന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെ ആക്കി തരുമെന്ന് പറയും. അത് അവിടെയാണ്, ഇത് യൂണിവേഴ്സ് ആണോ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണോ, ഇനി അത് വേറെ ആരെങ്കിലും ആണോ? അവിടെയാണ് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത്. നോ യുവർ ഇന്നർ ചൈൽഡ്. നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ, നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഡിവൈൻ ചൈൽഡ് എന്ന് പറയും.
നിങ്ങളുടെ ഇന്നർ കണക്ഷനെ, ഇന്നർ സെൽഫിനെ അറിയുക. അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും നമ്മളത് അറിയുക, നമ്മൾ അറിയുക എന്നുള്ളതാണ്. അല്ല, ഇത് എവിടുന്നാണ് വരുന്നത്? അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നതായിട്ട് നമ്മളായി മാറുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആയിത്തീരാനുള്ള വിശ്വാസം ഉണ്ടാക്കി എടുത്തിട്ട് നമുക്കതായി മാറിക്കൂടാ? കോംപ്ലിക്കേഷൻ ആവുന്നില്ലല്ലോ അല്ലെ? അതായത് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളായി മാറുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, പൗലോ കോലോയുടെ ഡയലോഗ്, നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഈ യൂണിവേഴ്സ് അത് കൺസ്പയർ ചെയ്യുന്നു പറയുന്നുണ്ട് അല്ലെ? പക്ഷേ ആ കൺസ്പയർ ചെയ്യുന്നില്ല. ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഈ യൂണിവേഴ്സ് ഒരു എന്താ പറയാ, ഒരു സഹകരിക്കുന്നില്ല. ഇല്ല, ഞാൻ പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞു നോക്കി, ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി. അതിലേക്ക് നമുക്ക് വരട്ടെ, എന്തുകൊണ്ട് യൂണിവേഴ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഓൾഡ് പാറ്റേണിനെ, ആ ഒരു ഓൾഡ് പാറ്റേൺ എന്ന് പറയുമ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുള്ള ആ ന്യൂറൽ പാത്വേസ് ഒക്കെ അതുമായിട്ട്, ബ്രെയിൻ, സബ്കോൺഷ്യസ് മൈൻഡ്, ഇതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. ആ ഒരു സെൽഫ് ആക്സെപ്റ്റൻസിലേക്കൊക്കെ നമ്മൾ വരാം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എങ്ങോട്ട്, ആ കുട്ടി ആയിരുന്നപ്പോൾ ഉണ്ടായത് ദാറ്റ് പ്യുവർ സ്റ്റേറ്റിലേക്ക്, ദാറ്റ് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക്. അവിടെ ഫിയർ ഇല്ല. അപ്പൊ ആരോ പറഞ്ഞ ഫിയർ എന്ന് പറയുന്നത് അവിടെ ഇല്ല അല്ലേ? അങ്ങനെ ഒരു സംഗതിയെ അവിടെ ഇല്ല. കാരണം എന്താണെന്നറിയോ? യുവർ ഇന്നർ ചൈൽഡ് നോസ് ദ വേ. നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് അതറിയാം, അതിന് യഥാർത്ഥ വഴി അറിയാം അല്ലേ? ഇവിടെയാണ് ഇനി ഞാൻ പറയുന്നത്, നമ്മൾ പിന്നെ കോൺഷ്യസ്ലി, പൗലോ കോലോയുടെ ഡയലോഗ് ഉണ്ടല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ യൂണിവേഴ്സ് കൺസ്പയർ ചെയ്ത് തരും. പക്ഷെ ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചത് എനിക്ക് കൺസ്പയർ ചെയ്ത് തരുന്നില്ല, പ്രപഞ്ചം ഗൂഢാലോചന നടത്തുന്നില്ല. എന്നാൽ അതിന്റെ റീസൺ എന്താ? അവിടെയാണ് കോൺഷ്യസ്ലി നമ്മളൊരു തോട്ട് പിക്ക് ചെയ്യുമ്പോഴും, കോൺഷ്യസ്ലി നമ്മളൊരു അഫർമേഷൻ പറയുമ്പോഴും, ഈ കോൺഷ്യസ് മൈൻഡിനേക്കാൾ 30,000 ടൈംസ്, ഞാൻ വോയിസിൽ പറഞ്ഞിട്ടുണ്ട്, 30,000 ടൈംസ് പവർഫുൾ ആണ് സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് ഇറ്റ്സ് പ്രോഗ്രാംസ് ആൻഡ് ഇറ്റ്സ് എബിലിറ്റീസ് ആൻഡ് ഇറ്റ്സ് കപ്പാസിറ്റി അല്ലെ? അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയും നമ്മൾ. ഇവിടെയാണ് നമ്മളെ ജോസഫ് വർഫി പറഞ്ഞിട്ടുണ്ട്, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന്. പക്ഷെ ആ സബ് കോൺഷ്യസ് മൈൻഡിനെ ആരാണ് തൊട്ടിട്ടുള്ളത്? ആരാണ് ആ പവർ അറിഞ്ഞിട്ടുള്ളത്? അത് ചെറിയൊരു എക്സാമ്പിൾ പറയാമോ? കോൺഷ്യസ് മൈൻഡിൽ എനിക്ക് ഈ 5 സെൻസസ് ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ പുറം ലോകത്തെ കാണുമ്പോഴും, ഇപ്പൊ ഞാൻ നിങ്ങളെ നോക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പക്ഷെ ആ നോട്ടത്തിലും സംസാരത്തിലും ഞാൻ ഫോക്കസ് ചെയ്യുമ്പോൾ പുറമെ നിന്ന് കേൾക്കുന്ന 3ാമത്തെ ഇന്ദ്രിയത്തെ ഉപയോഗിച്ചിട്ട് പുറമെ നടക്കുന്ന വോയിസിലേക്ക് ഫോക്കസ് കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം എൻ്റെ 5 സെൻസസ് എന്ന് പറയുന്ന എൻ്റെ കോൺഷ്യസ്ലി ഞാൻ അറിയുന്ന കോൺഷ്യസ് പാർട്ട് ലിമിറ്റഡാ. അവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് 90%, കോൺഷ്യസ് മൈൻഡ് 10%, നമ്മൾ പഠിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ചെറിയൊരു ഭാഗമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെയാണ് എൻ്റെ കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ 5 സെൻസസ് വർക്ക് ചെയ്യുന്നത്. 2 3 നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യും, അതുമായിട്ട് റിലേറ്റ് ചെയ്യരുത്. എൻ്റെ 2 സെൻസ് നമ്മൾ കാണുന്നു, സംസാരിക്കുന്നു, അതോടൊപ്പം തന്നെ ഈ സംസാരം സ്റ്റോപ്പ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾ പറയുന്ന ഒരു സംഗതിയിലേക്ക് എൻ്റെ ഫോക്കസ്, ഞാൻ അല്ലേ, നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ഞാനത് കേൾക്കാൻ എൻ്റെ സംസാരം ഞാൻ സ്റ്റോപ്പ് ചെയ്യണം. 3 സംഗതികൾ, 5 സെൻസസിന് അറ്റ് എ ടൈം എനിക്ക് ആക്സസ് ചെയ്യാനോ, കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ കാണുന്നുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ഫോക്കസ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി നോ. ഈ പവർ കുറഞ്ഞ സംഗതിയെ. അതേസമയം എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഇവിടെ നിന്നിട്ട് ഇല്ലേ, ഞാൻ പോലും അറിയാതെ ഒരുപാട് പ്രവർത്തനങ്ങൾ എൻ്റെ ഉള്ളിൽ എൻ്റെ ശ്വസനം എന്ന് പറയുന്നത് സബ് കോൺഷ്യസ്ലി നടക്കുന്ന സംഗതിയാ. ഒരു സെക്കൻഡ് പോലും വിടാതെ എൻ്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ്ലി ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന സംഗതിയാ, ഒരു എഫേർട്ടും എടുക്കാതെ. അപ്പൊ അതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ കപ്പാസിറ്റി 90% എന്ന് പറയുന്നതും. അപ്പൊ അത്രയും കപ്പാസിറ്റി ഉള്ള സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി പ്രോഗ്രാംഡ് ആയിട്ട് കിടക്കുന്ന ആ പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യാൻ ഞാനൊരു അഫർമേഷൻസ് ആയിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നടന്നുകൊള്ളുന്നില്ല, ഇതിനെ അഡ്രസ്സ് ചെയ്യാണ്ട്, ഇതിനെ മനസ്സിലാക്കാതെ. ഓക്കെ, അവിടെ വേറൊരു സംഗതി എന്ന് പറഞ്ഞാല്, ഈ ഒരു അഫർമേഷൻ ഞാൻ പറയുമ്പോഴും അല്ലെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കോൺഫിഡൻസ് ഇല്ലാത്ത ഞാന് എന്നോട് ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അയ്യോ എനിക്കത് പറ്റൂല എന്ന് ഞാൻ പറയുന്നതും, എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി
ഐ ആം കോൺഫിഡന്റ് എന്ന് ഞാൻ 100 തവണ എഴുതിയാലും അല്ലെ, ഇത് നടക്കൂല എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. നടക്കും, ഗ്രാജുവലി അത് നടക്കും. പക്ഷെ ഞാനത് 1 തവണയോ 10 തവണയോ പറയുമ്പോഴും അത് എഴുതുമ്പോഴും എന്താ സംഭവിക്കുന്നത്? അവിടെയുള്ള ഇമോഷൻസ് ആണോ പവർഫുൾ, അതോ അല്ലെങ്കിൽ എനിക്ക് പറ്റൂല, ഞാൻ കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയുന്ന, എനിക്ക് പേടിയാന്ന് പറയുമ്പോ ആ പേടി എനിക്ക് ഫീൽ ചെയ്തിട്ടാ ഞാൻ പറയുന്നത്, അല്ലേ? അതേസമയം ഞാൻ കറേജിയസ് എന്ന് പറയുമ്പോ ആ ധൈര്യം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ആരും ഇല്ല, എല്ലാരും പോയോ? ഉണ്ടോ നിഷാന മാം? പറയൂ, ആ ധൈര്യം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇല്ല, ആ ധൈര്യം ഞാൻ ഫീൽ ചെയ്തിട്ടല്ല പറയുന്നത്. അപ്പൊ ഏതാ നടക്ക് നിങ്ങൾ പറഞ്ഞേ? ഏതാണ് പെട്ടെന്ന് ആ വർക്കൗട്ട് ആവുക? ഏതാ? എനിക്ക് പേടിയാന്ന് പറയുന്നത്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന അതാണോ? ഇനി അതല്ലെങ്കിൽ എനിക്ക് പിന്നെ പറ്റുമെന്ന് പിന്നെ ഒരു ഫീലിങ്സും ഇല്ലാതെ പറയുന്നതാണോ? അതുകൊണ്ടാണ് ഇത് പറ്റും എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ, നമ്മൾ അവിടെ ആ പറ്റും എന്നതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അവിടെയാണ് നമ്മുടെ ഇന്നർ സെൽഫിനെ, അതിന് കഴിവുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയുകയും, അത് അറിയാന്നുള്ള ഒരു, പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു അവയർനെസ് കിട്ടിയേക്കാം, യെസ് ഇറ്റ് ഇസ് പവർഫുൾ എന്നുള്ള. പക്ഷെ ആ അവയർനെസ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, അതിനെ നമുക്ക് ഉണർത്താൻ പറ്റണം. ഈ അവയർനെസ് കോൺഷ്യസ് ലെവലിലാണ് കിട്ടുന്നത്. പക്ഷെ സബ് കോൺഷ്യസ് ലെവലിൽ അതിനെ തൊടാൻ, ജോസഫ് മർഫി പറഞ്ഞു, സബ് കോൺഷ്യസ് മൈൻഡിനെ തൊടാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനുള്ള വർക്കുകൾ നമ്മൾ ചെയ്യണം. ബിക്കോസ് യു ഇന്നർ, അല്ലേ? കാരണം എന്താണ്? ഇഫ് യു ടച്ച് ഇറ്റ് ആൻഡ് ഓപ്പൺ ഇറ്റ്, എന്താണ്? യുവർ ഇന്നർ ചൈൽഡ് നോസ് ദ വേ. അതിനറിയാം ഏതാണ് വഴി, എവിടെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന്. ഓക്കെ? കാരണം എന്താണെന്നറിയോ? ആ റിമെമ്പർ ഹെർ എന്നാ പറയുന്നത്. ഹി സ്റ്റിൽ ദർ ഇൻസൈഡ് യു വെയിറ്റിംഗ്, ലെറ്റ്സ് ഗോ ഹർ. അതിലേക്കാണ് ഞാൻ ഈ വെബിനാർ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പോഴും പറയുന്നത് എന്താണ്? ആ ഒരു ഇന്നർ ചൈൽഡിനെ, അതിനെ എങ്ങനെ കണക്ട് ചെയ്യാം? നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ എങ്ങനെ കണക്ട് ചെയ്യാം? അതിനെ എങ്ങനെ ടച്ച് ചെയ്യാം? സബ് കോൺഷ്യസ് മൈൻഡ് ഒക്കെ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് അതിനെ എങ്ങനെ കണക്ട് ചെയ്യാം? അതിനെങ്ങനെ ഹീൽ ചെയ്യാം? അതിനെ ഹീൽ ചെയ്താലുള്ള ഈ പവറാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്ന് പറയുന്നത്. അതിലേക്കാണ് ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് Q&A സെഷൻസ് ഒക്കെ ഉണ്ട്, ബ്രേക്ക് ചെയ്ത് ആരും വിട്ടു പോകരുത്. അതിൽ നിങ്ങൾ എല്ലാ സംശയത്തിലും ഇപ്പൊ പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഇന്നർ ചൈൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ഒരു ഹാൻഡ് ഹോൾഡ് ചെയ്തിട്ട്, നമ്മുടെ ഉള്ളിൽ ഇപ്പൊ സ്റ്റിൽ അത് ഉണ്ട്, അത് ഏതോ ഒരു ഏജിൽ സ്റ്റക്ക് ആയിട്ടാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഒരു സങ്കടത്തോടെ അല്ലാതെ ഓർക്കുന്ന ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, ഇനി അത് ഓർമ്മയില്ലെങ്കിൽ ഇപ്പോഴും അതിന് ശേഷവും അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന ഏതെങ്കിലും അഡൾട്ട്ഹുഡ് എക്സ്പീരിയൻസ്, ചില പാറ്റേൺസ് നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺസ്, ചില റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ചില ട്രസ്റ്റ് ഇഷ്യൂസ്, അല്ലേ? ചില കണക്ഷൻസ് ഇഷ്യൂസ്, ചില ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അത് റിക്കറിംഗ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ, ബിക്കോസ് ഓഫ് ദാറ്റ് ബിലീഫ് സിസ്റ്റം ആൻഡ് പാറ്റേൺ ക്രിയേറ്റഡ് ഇൻ അവർ ചൈൽഡ്ഹുഡിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പാറ്റേണിലൂടെ ഡെവലപ്പ് ആയിട്ട് വന്നത്. അപ്പൊ അതിന് നമ്മളൊരു 3 month ജേർണി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുന്ന, അല്ലെ? ഒരു കംപ്ലീറ്റ് ആ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു, എന്താ പറയാ, ഒരു പിന്നെ ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഇതിന്റെ ഒരു ഫീസ് ആണിത്. ഇപ്പൊ ആക്ച്വൽ ഫീസ് ഇതല്ല, ഓഫറിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം ആ ഹീലിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയ ശേഷം നമ്മളൊരു ആദ്യം നമ്മൾ എന്ത് കോഴ്സ് ചെയ്യുമ്പോഴും എല്ലാം പറയും ഗ്രാറ്റിറ്റ്യൂഡ് ഫോർഗീവ്നെസ്. പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർഗീവ്നെസ്സിന് മുൻപേ നമ്മൾ പോകേണ്ട ഒരു സംഗതിയാണ് ഇന്നർ ചൈൽഡിനെ ടച്ച് ചെയ്യാന്നുള്ളത്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ആളുകളുടെ, അല്ലെ, ഫോർഗീവ്നെസ്സിലേക്ക് പോയാൽ മതി. അപ്പൊ അതിനു വേണ്ടിയുള്ള കംപ്ലീറ്റ് സെൽഫ് ലവ് പ്രാക്ടീസസ്, 30 days ഫോർഗീവ്നെസ് പ്രാക്ടീസ്, അതും കഴിഞ്ഞ് 21 days റീപ്രോഗ്രാമിംഗ് മെഡിറ്റേഷൻ, സേവേഴ്സ് പ്രാക്ടീസ്, ഇതെല്ലാം അടങ്ങുന്ന ഒരു 3 month ജേർണിയാണ്. അതിന്റെ ടോട്ടൽ ഫീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ എക്സാക്ട്ലി അതിന്റെ ടോട്ടൽ ഫീ അതല്ല, അല്ലെ? നമ്മുടെ ഓഫർ പ്രൈസിൽ എന്താണ് 4,999 ആണ് അതിന്റെ ഓഫർ പ്രൈസ്. നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഒരു നമുക്ക് ആ പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കാനല്ലാതെ, വീണ്ടും ഞാൻ പറയാണ്, കോൺഷ്യസ്ലി നിങ്ങൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തെങ്കിലും സബ് കോൺഷ്യസ്ലി നമുക്കറിയാം നമ്മുടെ ഉള്ളിലെ പാറ്റേൺ എന്താണോ, ആ പാറ്റേൺ അതിനെ നിലനിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഉള്ളിലുള്ള, ഞാൻ പറഞ്ഞല്ലോ 30,000 ടൈംസ് സ്ട്രോങ്ങർ ആണ് ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാറ്റേൺസും ആ ബിലീഫ് സിസ്റ്റം, സബ് കോൺഷ്യസ് മൈൻഡും കാര്യങ്ങളൊക്കെ. അത് ഒരുപാട് 100 കാര്യങ്ങൾ നമ്മൾക്കുള്ളിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്താണോ അതായി നിലനിർത്താൻ വേണ്ടിയില്ല
ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്കിപ്പോ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ സ്ട്രഗിൾ ചെയ്യുന്ന ആളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു മാസം അഡീഷണൽ ആയിട്ട് ഒരു എമൗണ്ട് വന്നാൽ പോലും അവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ മാസം എനിക്ക് കുറച്ച് പൈസ മാറ്റി വെക്കാൻ കഴിഞ്ഞു. ആ അഡീഷണൽ ആയിട്ട് വരുന്ന എമൗണ്ട് അതേ രീതിയിൽ അയാളുടെ കയ്യിൽ നിന്ന് പോകാനുള്ള ഏതെങ്കിലും തരത്തിലൊരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് അയാൾക്ക് വന്നു ചേരും. ഇത് വന്നു ചേരല്ല, അയാളുടെ പാറ്റേൺ എന്താണോ അതിനെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു എക്സ്പെൻസ് അഡീഷണലി ഈ സംഭവം കുക്ക് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് തരുന്നതാണ്. കാരണം അതാണ് നിങ്ങളുടെ പാറ്റേൺ. അതിന് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഒരു പുതിയ സംഗതി അഡാപ്റ്റ് ചെയ്യാനും ഒരു സംഗതിയിലേക്ക് പോകാനും ഭയങ്കര മടിയാണ്. ഏത് ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാലും അത് പെട്ടെന്നൊന്നും അത് ഉണ്ടാക്കിയെടുക്കാൻ, കാരണം ഇയാൾ സമ്മതിക്കോ? ഇല്ല, സമ്മതിക്കൂല. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ പാറ്റേൺ വെൽത്ത് പരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ സ്ട്രഗിളിങ് എക്സ്പീരിയൻസ് അവിടെ നിലനിർത്താൻ വേണ്ടി അഡീഷണൽ ആയിട്ട് നമുക്കൊരു ബോണസ് എമൗണ്ട് കിട്ടിയാൽ പോലും അത് അതേപോലെ നമ്മൾ പറയും എന്താണ് കോട്ടക്കയ്യ എന്നൊക്കെ പറയും. അതിൽ നിന്ന് പോകാൻ വേണ്ടി അതിനുള്ള അഡീഷണൽ എക്സ്പെൻസും കൂടെ നമുക്ക് ഉണ്ടാക്കി തരാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 20th 20ാം തീയതി ബുധനാഴ്ച. അതിലേക്കുള്ള അഡ്മിഷൻ ഇന്ന് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1-to-1 സെഷൻ ഞാനുമായിട്ടൊരു എക്സ്ക്ലൂസീവ് 1 hour 1-to-1 സെഷൻ ഫ്രീ ഉണ്ട് കേട്ടോ. ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക്. ഓൾറെഡി അഡ്മിഷൻ എടുത്തവരുണ്ട്, നിങ്ങൾ ബേജാറാവണ്ട. ഓൾറെഡി ഇന്ന് വരെ അഡ്മിഷൻ എടുത്തവർക്ക് ഞാനത് കൊടുക്കും. അപ്പൊ ലാസ്റ്റ് മൊമെന്റ് ഓഫർ ആണത്. അപ്പൊ ബാക്കിയുള്ള ഫീസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി അതേപോലെ നിങ്ങൾക്ക് ഇതുമായിട്ടോ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തോ ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ടോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തോ? ഇനി നമ്മൾ ഈ പറഞ്ഞ ഇന്നർ ചൈൽഡിനെ കുറിച്ചോ ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറിച്ചോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ അതിന്റെ മറുപടിയും കൂടെ ഞാൻ തരാം. ഫൈനലി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അത് ആസ് എ ക്വസ്റ്റ്യൻ ഫ്രം യുവർ സൈഡ് വരുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്റെ സ്ലൈഡ് ശ്രദ്ധിച്ചവര് നോട്ട് ചെയ്തിട്ടുണ്ടാവും. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോവാം. എന്റെ സ്ലൈഡ് ശ്രദ്ധിച്ചവര് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ് ഞാൻ സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കാം. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ അതിന് ആൻസർ ഞാൻ തന്നെ പറഞ്ഞുതരാം. എല്ലാ സ്ലൈഡും ഒന്നുകൂടെ നോക്കൂ നിങ്ങൾ. ഹലോ ചോദിച്ചോളൂ. ഹലോ മാം, എന്റെ പേര് ഹിബ എന്നാണ്. എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഒന്നാമത് ഒരു ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്. കുട്ടിക്കാലം എന്ന് പറയാൻ മാത്രം അങ്ങനെ ഭയങ്കര ട്രോമറ്റൈസ്ഡ് ഒന്നുമല്ല, പക്ഷെ കുട്ടി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അങ്ങനെയുള്ള ഒരു കുട്ടീനെ നമ്മൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹീൽ ചെയ്തെടുക്കാൻ പറ്റുമോ? അങ്ങനെ എന്താ ചെയ്യുക നമ്മള്? ഹീൽ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ഇതിനുള്ള പവർഫുൾ ടൂൾസ് ആൻഡ് ടെക്നിക്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഈ 90 days ജേർണി എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉള്ളപ്പോഴും അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ തരും. അപ്പൊ എന്താ പറയാ, ആ സമയത്ത് നിങ്ങളുടെ ഒരു എന്താ പറയാ, എന്റെ കോഴ്സിലുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാത്തത് കാരണം അവർക്ക് ഒരിക്കലും ഇത് കണ്ടിന്യൂ ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാവില്ല, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഹിബയുടെ ചോദ്യം എന്താന്ന് വെച്ചാല് ട്രബിൾ എന്താണ് ഹിബ, ട്രബിൾസ് അനുഭവിച്ച ഒരു കുട്ടി അല്ലേ, അത് മതിയല്ലോ. ആ ട്രബിൾ ആണല്ലോ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണല്ലോ ആ ട്രബിൾ വരുന്നത്. എനിക്കൊന്ന് ചോദിക്കണ്ടേ? ഓക്കെ, ഹിബയ്ക്ക് ഇനി 2 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടോ ഹിബയ്ക്ക്? വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഉണ്ട്. അതായത് 2 തരം ടൈപ്പ് ഓഫ് പേഴ്സൺസ് അല്ലേ ഉള്ളത്. അതായത് ഒരു പേഴ്സണെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ പേഴ്സണിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ട് ആ ഉള്ളിലുള്ള ആളുടെ ഇമോഷൻസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പുറത്ത് എന്താണോ നടക്കുന്നത് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സൺസ്. അതിന്റെ അപ്പുറത്ത് വേറൊരു പേഴ്സൺസ് ഭയങ്കര ഒരു ഡ്രീം ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്, ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ. പുറത്ത് ഇനി എന്തൊക്കെ നടന്നാലും അവർക്ക് അത് യാതൊരു കുലുക്കും ഉണ്ടാവില്ല. സോ അങ്ങനെ ഒരു പേഴ്സൺ ആവാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? അവിടെയാണ് അങ്ങനെ ഒരു പേഴ്സൺ ആണോ ഹിബയ്ക്ക് ആവേണ്ടത്? അങ്ങനെ ഒരു പേഴ്സൺ ആണ് ആവേണ്ടത്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടത്തിലുള്ള ആളാണ്. ഇതിന്റെ പുറത്ത് എന്ത് നടന്നാലും അതിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ഇതെന്ന് പറഞ്ഞാല് ഇത് തന്നെയാണ്, ഈ ഒരു സംഗതി തന്നെയാണ് ആ അഫക്റ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ. ഞാൻ നേരത്തെ ഈ പൈസയുടെ കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിലുള്ള പൈസ ഇല്ലാതാവാൻ വേണ്ടി വന്ന സിറ്റുവേഷൻ പോലെ
ഹിബയുടെ പാറ്റേൺ എന്താണോ അതിനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സറൗണ്ടിങ്സിൽ നടക്കുക. ഇനി രണ്ടാമത്തെ കേസിൽ ആ സറൗണ്ടിങ്സിൽ നടക്കുന്നുള്ളത് മാത്രമല്ല, അതിന് പെട്ടെന്ന് നമുക്കത് ട്രിഗറിങ് എന്ന് അതിന് പറയാം. ഇപ്പൊ ഒരു മുറി ഉണ്ടെങ്കിൽ ആ മുറി അവിടെ ഉള്ളിടത്തോളം എപ്പോഴൊക്കെ അതിൽ തൊടുന്നുണ്ടോ നമുക്ക് വേദനിക്കും, ഇല്ലേ ഹിബ? അതേസമയം ആ മുറിവ് അവിടെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ എൻ്റെ കയ്യിൽ ഈ മുറിവുണ്ട്, മുറിവുള്ളപ്പോൾ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ എനിക്കിവിടെ വേദനിക്കും. അതേസമയം ഈ മുറിവ് ഹീൽ ആയി കഴിഞ്ഞാൽ ഞാൻ ഇനി ഇവിടെ എന്തൊക്കെ ഗോഷ്ടി കാണിച്ചാലും എൻ്റെ ഇവിടെ ഒരു കുലുക്കം ഉണ്ടാവൂല. ഇത് ഇങ്ങനെ തന്നെ നിൽക്കും, ഇത് ബ്ലീഡ് ആവൂല, ഇതിന് പെയിൻ വരൂല, ഇതിന്റെ ചുറ്റുപാട് ഞാൻ ഇനി എങ്ങനെയൊക്കെ നമ്മളൊരു കത്തിയെടുത്ത് മുറിച്ചാൽ മുറിയുന്നല്ലാതെ അല്ലേ, ഇതിന്റെ ചുറ്റുപാട് നമ്മൾ ഇതേപോലെയാണ് എക്സ്റ്റേണൽ സിറ്റുവേഷൻസ്. നമ്മുടെ ആ വൂണ്ട് അവിടെ ഉള്ളപ്പോൾ അതിൽ ടച്ച് ചെയ്യുമ്പോൾ അതിന് ഒരു ട്രിഗറിങ് ആ പാസ്റ്റിലേക്കില്ല. പലർക്കും നമുക്ക് എപ്പോഴാണ് നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ചില സംഗതികൾ ഫീൽ ചെയ്യുന്നത്. നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന സംഗതി ഇല്ലേ, എന്താ നൊസ്റ്റാൾജിയ? ഇപ്പൊ ഞാനൊരു പൊതിച്ചോറ്, നല്ല ചമ്മന്തി ഉള്ള ആ പൊതിച്ചോറ്, ചമ്മന്തിയും അല്ലെ തക്കാളിക്കറിയും ഒരു പിന്നെ എന്താ പറയാ എഗ്ഗൊക്കെ ഉള്ളെന്ന് പറയുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. ഒരു പക്ഷെ നമ്മൾ സ്കൂളിൽ പോയ ഒരു കാലമായിരിക്കും. അത് എന്തുകൊണ്ടാ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നത്? ആ അത് ചോറും നമുക്ക് കറിയും കുറച്ചുകൂടി സ്വീറ്റ് ആണ്, കുറച്ചുകൂടി മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഭയങ്കര മെമ്മറബിൾ, യെസ്, memorable ആയിട്ടുള്ള. മെമ്മറബിൾ. പെട്ടെന്ന് നിങ്ങൾ അതിലേക്ക് പോയി ആ ഇമോഷൻസ് ഇവിടെ വീണ്ടും പ്രൊഡ്യൂസ്ഡ് ആയി. അതാണ് നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. അന്നത്തെ ഇമോഷൻസ് വീണ്ടും നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് ഉണർന്നു. ഇത് തന്നെയാണ് അന്നത്തെ എക്സ്പീരിയൻസ് ആണ്, അന്നുണ്ടായ എക്സ്പീരിയൻസ് ആണ്. അതിന് ഈക്വൽ ആയിട്ടുള്ള ട്രിഗറിങ് ആയിട്ടുള്ള ഒരാൾ ഷൗട്ട് ചെയ്യുക, ഒരാൾ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ യെസ്, അത് അവിടെ ഈ മുറിവ് അവിടെ പോയിട്ടില്ലെങ്കിൽ ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് നമ്മളിലേക്ക്, ആ ഒരു ഇമോഷൻസ് നമ്മളിലേക്ക് വരും. അത് പ്രത്യേകിച്ചും ഇത് ഹീലാണെങ്കിൽ ഇനി എത്രയൊക്കെ വന്നാലും ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ടച്ച് ചെയ്താലും അത് അവിടെ അഫക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. അല്ലാതെ കംപ്ലീറ്റ്ലി നമ്മുടെ ചുറ്റുപാടുകളെ മാറ്റാൻ ഒരിക്കലും നമുക്ക്, നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെ, അതൊരിക്കലും മാറ്റാനൊന്നും നമുക്ക് കഴിയില്ല. പക്ഷെ അവിടെ ഒരിക്കലും നമ്മൾ ട്രിഗേർഡ് ആവൂല. നേരത്തെ ഹിബ പറഞ്ഞ സെക്കൻഡ് പേഴ്സണാലിറ്റീസ് പോലെ നമ്മൾ അവിടെ മല പോലെ അവിടെ നിൽക്കും. അവിടെ നമ്മുടെ മല പോലെ നിൽക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് എന്തായി സ്റ്റേബിൾ ആയിട്ട് ആ നെഗറ്റീവായ കാര്യങ്ങൾ നമ്മളെ വരുത്തില്ലെങ്കിൽ അവിടെയാണ് സെക്കൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. മാനിഫെസ്റ്റേഷൻസ് ഒക്കെ പോലെയുള്ള നമ്മൾ എന്തായി പോസിറ്റീവായി. വാട്ട് യു തിങ്ക് ഓഫ് യുവർ സെൽഫ് ദാറ്റ് ഇസ് അല്ലേ, നമ്മൾ വാട്ട് യു ബിലീവ് യു ആർ ദ അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ഉള്ളിൽ വിശ്വസിക്കുന്നത്, എന്ത് എനർജിയാണ് ഹോൾഡ് ചെയ്യുന്നത്, എന്താണോ അത് നമ്മളുടെ റിയാലിറ്റിയിൽ വരും. അപ്പൊ ഒരാൾ നമ്മളെ ദേഷ്യം പിടിപ്പിച്ചാലും നമ്മൾ തിരിച്ച് ദേഷ്യം കൊടുക്കുന്നില്ലെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ അവിടെ ആ ഒരു ഫിലോസഫി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് ഗ്രൂപ്പിലിട്ട വോയിസ്, നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും. അതേസമയം നേരത്തെ ഉള്ള സിറ്റുവേഷനിൽ ട്രിഗറിങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ദേഷ്യമാണ് കൊടുക്കുന്നെങ്കിൽ വീണ്ടും ആ ദേഷ്യം തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. ഇതൊക്കെ കണക്റ്റഡാ. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ ആദ്യം നീങ്ങണമെങ്കിൽ ഈ കൊടുക്കാനുള്ള സാധനത്തെ നമ്മൾ ആദ്യം ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കണം, ഇമോഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കണം. ഹിബയ്ക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. യെസ്, അപ്പൊ ഹീലിംഗ് ആണ് ഇതിനുള്ളൊരു എക്സാക്ട്ലി, മരുന്ന് എന്ന് പറയുന്നത്. എക്സാക്ട്ലി. കാരണം ആ നൊസ്റ്റാൾജിയ പറഞ്ഞപ്പോ മനസ്സിലായല്ലോ എന്തുകൊണ്ടത് വരുന്നു എന്നുള്ളത്. അതെ, ഓക്കെ മാം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ മാം? എനിക്ക് ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇപ്പൊ ഒരാള് നമ്മളടുത്ത് ചെറുപ്പത്തിനോ എപ്പോഴെങ്കിലും ചെയ്തൊരു കാര്യം നമ്മൾ ചെറുതായിരിക്കുമ്പോ ചിലപ്പോ അത് ചെറിയൊരു സംഭവമായിരിക്കും, പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് ഫീൽ ചെയ്തൊരു ആ കുട്ടിക്ക് ചിലപ്പോ ഒരു ചെറിയ സംഭവമായിരിക്കും, ഒന്നും ആയിരിക്കില്ല. പക്ഷെ എനിക്കിപ്പോ ചെറുതുന്ന മുതലേ ഇങ്ങനെ, ഇപ്പൊ വലുതായി ഞാനൊരു 30 വയസ്സുള്ള ആളായി, എന്നിട്ട് പോലും ഞാൻ ചെറുതുന്ന എനിക്കൊരു ചെറിയ പേടി തോന്നിയ ഒരുപാട് പേരുണ്ട്. അവരെ ഇപ്പോഴും എനിക്ക് അതേ ഫീലാണ്. എത്ര വലുതായിട്ടുണ്ടെങ്കിലും എനിക്കിപ്പോഴും അവരെ മുന്നിൽ നിൽക്കാനോ എനിക്ക് അത് തന്നെയാണ്. ആലോചിച്ച് നോക്കുമ്പോ അവരെന്നെ അടിച്ചിട്ടോ കുത്തിയിട്ടോ ഒന്നുമില്ല, പക്ഷെ എന്താ അറിയില്ല, അവരെ പേടിയായിരുന്നു, ഇപ്പോഴും അതേ സെയിം പേടി. ഇപ്പോഴാ പേടി അവിടെ ഉണ്ട്. അത് എന്തുകൊണ്ടാണല്ലോ റീസൺ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ, എന്തുകൊണ്ടായിരിക്കാം അത് എന്നുള്ളത്? റീസൺ എന്ന് പറയുമ്പോ അവരെപ്പോഴും എന്താ പറയാ, നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യുന്ന പോലെയൊക്കെ, അതാണ്. അല്ല, അല്ലാതെ അങ്ങനെയല്ല. അടിച്ചിട്ടോ അത് എന്തുകൊണ്ട് ആ ട്രിഗറിങ് വീണ്ടും വരുന്നു? ആ ആളെ കാണുമ്പോ വരുന്ന ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന പോലെ ആ ഒരു സംഗതി അതന്നെ. ഉള്ളിലേക്ക് വരുന്നത് കൊണ്ടല്ലേ ആ പേടി വരുന്നത്? അതെ അതന്നെ. അല്ലെ, അന്ന് അത് അനുഭവിച്ച ആ ഒരു കുട്ടിയുടെ ആ മെമ്മറി, ആ കുട്ടി അവിടെ നമ്മൾ യെസ് ഇറ്റ് ഈസ് ദേർ. അത് അന്ന് അതുകൊണ്ട് തന്നെയാണ് മാം എനിക്ക് ഇപ്പോഴും ഒരാളെയും അങ്ങനെ സ്നേഹിക്കാനോ ഒന്നും ഇല്ല, പറ്റുന്നില്ല. ട്രസ്റ്റ് ഇഷ്യൂസ്. അപ്പൊ അതിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ് ട്രസ്റ്റ് ഇഷ്യൂ. ആ ട്രസ്റ്റ് ഇഷ്യൂസിൽ നിന്ന് വരുന്നതാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ്.
അത് നമ്മള് എത്ര അതില്ലാന്ന് പറഞ്ഞാലും അതുകൊണ്ടാണ് ശരിയാണ്. അങ്ങനെയുള്ള അല്ലെ, ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്ന് പറയുന്ന പോലെ അതേ പാറ്റേണിലുള്ള ആളുകളെ നമ്മൾ ആ പാറ്റേൺ നിലനിർത്താനായിട്ട് നമ്മൾ പലപ്പോഴും പറയും എന്റെ പാർട്ണർ അങ്ങനെ ആയതുകൊണ്ടാ. പാവം പാർട്ണറെ നമ്മൾ അത്തരത്തിലൊരു പാർട്ണറെ നമ്മൾ അട്രാക്ട് ചെയ്തെടുത്താ. കാരണം ടു മെയിൻറ്റെയിൻ മൈ പാറ്റേൺ, എന്റെ പാറ്റേൺ നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ പാറ്റേൺ ഞാൻ ഇത് ഈ മാറ്റിക്കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഉം, തന്നെ നമ്മളിപ്പോ കല്യാണം കഴിക്കുമ്പോഴേ നമ്മളെ മനസ്സിൽ കയറുന്നേ വിചാരിക്കും അമ്മായിയമ്മ അല്ലെങ്കിൽ പെങ്ങന്മാരെ ആ ഒരു പാറ്റേൺ ചിന്തിച്ച പോലെ തന്നെ കല്യാണം കഴിഞ്ഞപ്പോ സെയിം. ഇതൊക്കെ ഞാൻ എവിടെയോ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ ഷാനി മാം? അതാ പറഞ്ഞ ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ശരിക്കും നമ്മൾ ഇതൊക്കെ ആലോചിച്ച് യെസ് മാം, വെച്ചതുപോലെ തന്നെ വന്നു എന്റെ പോയത്. അനുഭവത്തിലുണ്ടല്ലോ അത്. അല്ല അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്, ഈ എക്സ്പീരിയൻസസ് കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. ഉണ്ട്, എന്താണ് നമ്മുടെ റിയാലിറ്റി എന്നുള്ളത്. കോഴ്സില് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് എക്സ്പീരിയൻസും ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ അന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ പുറത്ത് പോകണം, പുറത്ത് പോയി സെറ്റിൽ ആവണം, എനിക്ക് വീട് പണിയണം, അത് എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ഡ്രീം ആയിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് പാസ്പോർട്ട് എടുത്തു. അപ്പോ അതുപോലെ തന്നെ ഞാൻ വന്നു ഭവിച്ചു. ഞാനിപ്പോ 30 വർഷമായിട്ടും ഞാൻ ഇവിടെയാണ്. അപ്പോ അതങ്ങനെ തന്നെ വന്നു ഭവിച്ചത്. Yes. അപ്പൊ അത് ആ ഒരു പാറ്റേൺ അവിടെ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു സംഗതി ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്ത് തരാന്ന് പറയുമ്പോൾ അടുപ്പത്ത് വെച്ചുള്ള കുക്കിംഗ് അല്ല ട്ടോ, അത് ക്രിയേറ്റ് ചെയ്ത് തരാണ് നമ്മളെ ഇന്റേണൽ വേൾഡ്. പക്ഷെ ആ ഇന്റേണൽ വേൾഡ് ഇത്രയും പവർഫുൾ ആണെങ്കിൽ അതിനെ എങ്ങനെ ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കേ. ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് തന്നിട്ട്, ഇതേ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് എന്നൊക്കെ പറയാറുണ്ട്, ജീനിയാണ് ഉള്ളിലിടുന്നൊക്കെ നമ്മൾ പറയും. ഇതൊക്കെ നമ്മൾ ഇതുമായിട്ട് ഇത് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് അറിയില്ല. ജോസഫ് മർഫി പറയുന്നുണ്ട്, ജീനി എന്ന് പറയുന്ന അലാവുദ്ദീനും അത്ഭുത വിളക്കും, ഈ അത്ഭുത വിളക്കിന് പകരാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം നമ്മൾ അവിടെ എന്ത് ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടാണ് നമുക്ക് പിന്നെ എന്താ പറയുക ഒരു ഔട്ട്പുട്ട് നമ്മൾ കിട്ടാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ പിന്നെ മനസ്സിലാക്കുന്നില്ല. ഒരു ഡൗട്ട്, എന്തുകൊണ്ടാണ് ഈ ഓരോ കുട്ടികള് ഇങ്ങനെ ചെറുപ്പം ഒന്നും ആയിരിക്കില്ല, ഒരു കുട്ടി പാട്ട് പാടുമ്പോ കൂടെ കളിക്കുന്ന കുട്ടികൾ തന്നെ അയ്യോ അത് രസമില്ല എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഹേർട്ട് ആവുന്നുണ്ടല്ലോ ഓരോ കുട്ടികള്. അതെന്തിനാ കുട്ടികൾ അങ്ങനെ ഓരോ കുട്ടികൾ കേട്ടോ അങ്ങനെ എല്ലാ പെട്ടെന്ന് കാര്യത്തിലും പെട്ടെന്ന് പെട്ടെന്ന് ഹേർട്ട് ഒരൊറ്റ ഇൻസ്റ്റൻസിൽ ഹേർട്ട് ആവൂല. അല്ല ഒരൊറ്റ അതിന്റെ സൗണ്ട് വരെ ഇടറിയിട്ട് ഇങ്ങനെ ആരെങ്കിലും ഒന്ന് റിജക്ഷൻ പറയുമ്പോഴേക്കും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ കുട്ടികൾ, അതെന്താണോ അങ്ങനെ? കുട്ടികൾ മീൻസ് ഏത് ഏജ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഹാനിയ ഒരു 5 ടീച്ചറെങ്ങാനും വയസ്സ്. ആണോ? അല്ലല്ല, എനിക്കൊരു മോളുണ്ട്, ഒരു 5 വയസ്സ്. ആ അപ്പൊ ഹേർട്ട് ആവാനുള്ള കാരണം അത് അത്ര ചെറുപ്പത്തിലെ ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ അത് അതിന് മുമ്പും നമ്മൾ പലതവണ ഹേർട്ട് ആവുന്ന സിറ്റുവേഷനിലൂടെ ആ കുട്ടിയെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാകാം. ഇനി കാരണം അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മക്കളിൽ പോലെ സൊസൈറ്റി പാരന്റിങ് ഉണ്ടാവുമല്ലോ, അപ്പൊ സോഷ്യൽ ആരെങ്കിലും തീർച്ചയായിട്ടും അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന എല്ലാരും ഒരേപോലെ കുട്ടികളെ ഇങ്ങനെ കൺസിഡർ ചെയ്യണമെന്നില്ലല്ലോ. അവിടെയാണ് അപ്പൊ ഞാൻ ആദ്യം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം സോഷ്യൽ അപ്പൊ പാരന്റിങ് അല്ല, എല്ലാം ബയോളജിക്കൽ പാരന്റിങ് അല്ല. പലതും നമ്മുടെ ജനറ്റിക് ആയിട്ടുണ്ടാവും, ചിലത് നമ്മൾ ഹെറിറ്ററി ആയിട്ടുണ്ടാവും, ചിലതൊക്കെ അതെ ജീനിൽ ഉണ്ടാകും, ഇത് പറയുമ്പോ ഇതൊക്കെ എനിക്ക് ഉണ്ടാകും. എന്റെ എന്താ പറയാ ജനറ്റിക് ആയിട്ടാണോ നീ അങ്ങനെ തോന്നിപ്പോ. ഞാനും ഭയങ്കര അങ്ങനെ ഒരാളാണ്, ഉം. പെട്ടെന്ന് ഹേർട്ട് അത് ആവും. നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യാനും അതിനെ ജഡ്ജ്മെന്റൽ ആവാനും ഇത് ഇന്നത് കൊണ്ടാണ് എന്ന് പറയാനൊന്നും പോണ്ട. വാട്ട് ബി നീഡ് ഈസ് അഡ്രസ്സിംഗ് എന്നുള്ളതാണ്. അതങ്ങനെ അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ആ കുട്ടിയെ മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങളെ ഒരു പാരന്റിങ്ങും കൂടെ, പിന്നെ ഷബ്ന മാം ഇവിടെ ഉണ്ടെങ്കിൽ, സോറി, പിന്നെ ഉണ്ടെങ്കിൽ ഇവിടെ പറയായിരുന്നു ഷബാന മാം ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ ഈ കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നന്നാവുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ബെറ്റർ പാരന്റിങ്ങും കൂടിയാണ്. ഈ ഒരു പാരന്റ് ആണ്. പെർസ്പെക്റ്റീവിലും കൂടെ നമ്മൾ മക്കളെ കൂടെ നമ്മൾ കൊണ്ടുപോകുന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്തൊക്കെ സംഭവിച്ചാലും, ഇനിയിപ്പോ 2 കേസ് ഞാൻ പറയാം. ഒരു കേസിൽ ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയ ഒരു കുട്ടി നല്ല ആളായി മാറുന്നുണ്ടാകും. അതേപോലെ തന്നെ ബെറ്റർ പാരന്റിങ് കിട്ടിയ ഒരു കുട്ടി മോശം ആവുന്നുണ്ടാവും. അപ്പോ അതെ ലേറ്റർ അങ്ങനെ അത് സംഭവിക്കാറുണ്ട്. കാരണം അങ്ങനെ നമ്മള് സംഭവിക്കുന്നുണ്ട്. എനിക്കൊക്കെ ആ കുറച്ച് ട്രോമാ ഈ ചൈൽഡ്ഹുഡിൽ കുറച്ച് ഇതായത് കാരണം കുറച്ചൊക്കെ ബോൾഡായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം എന്നെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു മുഖം മൂടി പോലെ നമ്മൾ വെക്കും. പക്ഷെ എന്റെ ഉള്ളിനുള്ളിൽ എനിക്കറിയാം ഞാൻ ഇതല്ല. ഉള്ളിന്റെ കാരണം ഉള്ളില് ഹാപ്പി ആണോ? ഉള്ളിൻ്റെ ഉള്ളിൽ ഹാപ്പി ആവുന്നില്ല. പക്ഷെ ആ. നമ്മൾ സേഫ് ആവാൻ വേണ്ടിയിട്ട് ഉം. നമ്മൾ ആളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും കുറച്ച് എന്തിനാ അതാണല്ലോ വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫിയർ ഓഫ് റിജക്ഷനും ഫിയർ ഓഫ് പ്രൊട്ടക്ഷനും അതെ ഒക്കെ അതെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് അതാണ് ചെയ്യും? നമ്മൾ ആ ഒരു മാസ്ക് ചില എടുത്ത് ഒരു അണിയും. സ്പേസ് വിട്ട് എല്ലാവരുടെ അടുത്തും നിൽക്കും. കാരണം റിജക്ട് ചെയ്യുന്ന എന്തെങ്കിലും പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു സ്പേസ് വിടാൻ പ്രശ്നമില്ല. ആ ആക്ച്വലി ചിലപ്പോൾ നമുക്ക് പീപ്പിൾ ഭയങ്കര പ്ലീസിങ് ഇതായിട്ട് ആവും, അറിയാം. പല രീതിയിൽ കോപ്പിംഗ് മെക്കാനിസം. അതുകൊണ്ടാണ് നമ്മൾ പല വേണ്ടാത്ത രീതിയിലേക്ക് നമ്മൾ കോപ്പിംഗ് മെക്കാനിസത്തിലേക്ക് പോകുന്നത്. നമ്മുടെ ആ ഒരു ഇൻസെക്യൂർ ഫീലിംഗ്
ആ ഇൻസെക്യൂരിറ്റിയെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു അനദർ റിലേഷൻഷിപ്പീസ് ഒരുപാട് വരുന്നുണ്ട്. ആ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് നമുക്കൊരു അത് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാത്ത ആള്. കാരണം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലത് കീപ്പ് ചെയ്യൂല, ചിലത് അൺവാണ്ടഡ് റിലേഷൻഷിപ്പിലേക്ക് വീണ് പോവുകയും ചെയ്യും. ഇങ്ങനൊക്കെ പല കേസുകളാണ്. എന്റെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ എന്നുവെച്ചാൽ എനിക്ക് അത് ബുദ്ധിമുട്ടാണ്. അവരടുത്തുനിന്ന് പിന്നെ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സ്പേസ് വിട്ട് നിൽക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ, ഒന്നും ആവത്തില്ലല്ലോ എന്നുള്ളത് അത് രീതിയാണ്. ഓക്കെ. അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളത് ഹീൽ ചെയ്ത് തന്നെ റിക്കവേർഡ് ആയി കഴിഞ്ഞാൽ നേരത്തെ ഹിബ പറഞ്ഞ പോലെ ഒരു കേസിലേക്ക് ഇനിയിപ്പോ അവര് വന്നാലും ശരി ഇല്ലെങ്കിലും ശരി നമ്മൾ കംപ്ലീറ്റ്ലി എല്ലാം നെഗേറ്റ് ചെയ്ത് പോകാന്നുള്ളതല്ല, നമ്മൾ അവിടെ ബോൾഡ് ആയിരിക്കും. അപ്പൊ ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഒക്കെ മാറി കിട്ടുമോ? തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ കറക്റ്റ് ആ പറയുന്ന ഒന്ന് സറണ്ടറൻസ്, രണ്ട് ബിലീഫ്, അതിലൂടെ കറക്റ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ തീർച്ചയായിട്ടും അതിൽ ചേഞ്ചസ് വരും. ചേഞ്ചസ് വരുന്നുള്ളതല്ല, തീർച്ചയായിട്ടും മാറിയിരിക്കും. അത് ഫോളോ ചെയ്ത് പോവുക കറക്റ്റ്, അതിന്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ വേറെ ആർക്കെങ്കിലും? ഹലോ, സ്വാലിഹ പറയൂ. വളരെ റസിനാമാവും ലൈലാമാവിന്റെ ക്ലാസ്സുകളെല്ലാം ഞാൻ കേൾക്കാറുള്ളതാണ്. അനിൽ അനിലാണ്. സാർ ആണല്ലോ പറയുന്നത്. പറയൂ സാർ. അതെ അതെ അതെ, വളരെ നന്നായിരുന്നു. കറക്റ്റ് ആണ്. 95% ആൾക്കാരിലും പിന്നെ പ്രോഗ്രാം ചെയ്തു പോയതാണ് കുട്ടിക്കാലത്ത്. അത് നമ്മളിപ്പോ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പ്രോഗ്രാം എന്ത് ചെയ്തു അതനുസരിച്ച് വർക്ക് ചെയ്യത്തുള്ളൂ. മാഡം പറഞ്ഞ് കറക്റ്റാ. അപ്പൊ അതനുസരിച്ച് അവർക്ക് കുട്ടിക്കാലത്ത് കയറിയ ഹർട്ടും പ്രോബ്ലം എല്ലാം അതനുസരിച്ചായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ്, അത് ഡിലീറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് മാഡം പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു അനിൽ സർ, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. താങ്ക് യു സർ. സ്വാലിഹ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എന്താണ്? ഞാൻ ചോദിച്ചതില്ലേ, മൈൻഡ് വീക്കായ ബോഡി വീക്കാവോ, അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ ചോദിക്കാൻ. മൈൻഡ് ബോഡി, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ല, മൈൻഡ് എന്ന് പറഞ്ഞൊരു സംഗതി ഒന്നും ഇല്ല. മൈൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചാല് സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മൾ ഇങ്ങനെ നമുക്കിത് മറ്റൊരാളെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി സൈക്കോളജിക്കലി ഉണ്ടാക്കിയ ഒരു കൺസെപ്റ്റ് ആണ് മൈൻഡ് ബോഡി. ഈ മൈൻഡ് എന്ന് പറയുന്നത്, ഈ മൈൻഡ് എന്ന് പറയുന്ന ഈ കാണുന്ന ഇവിടെ മുതൽ എന്റെ തലഭാഗം മുതൽ കാൽപാദം വരെ എന്റെ മൈൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്റെ സെൽസിലാണ്, എന്റെ സെല്ലുലാർ മെമ്മറിയാണ്. അപ്പൊ എന്റെ മൈൻഡിനെ ബാധിക്കുന്ന ഏതൊരു കാര്യവും എന്റെ ശരീരത്തെ ബാധിക്കും. എന്റെ മൈൻഡ് വീക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഫീൽ ചെയ്യും, നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിംഗ് വരും, വയറിനുള്ളിൽ ഒരു കാളല് ഫീൽ ചെയ്തിട്ടുണ്ടോ സാലിഹ? ഒരു ഇമോഷണൽ ട്രിഗറിങ് വരുന്ന സമയത്ത് ഒരു വയറ്റിനുള്ളിൽ ഒരു കാളൽ, ഇതെന്താ വയറിലാണോ മൈൻഡ് എന്ന് വെച്ചാൽ ഈ മൈൻഡ് ആൻഡ് ബോഡി കണക്ഷൻ ആണ്. അതുകൊണ്ടാണ് സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്നത്. സൈക്കിക് ആയിട്ടുള്ള മൈൻഡിൽ നടക്കുന്ന ഏതൊരു സംഗതിയും ഇൻസ്റ്റന്റ്ലി നമ്മുടെ ബോഡിയെ അഫക്ട് ചെയ്യും. അതേസമയം മൈൻഡ് ഒന്ന്, ഞാൻ ആദ്യം കാണിച്ച സ്ലൈഡിലുണ്ട്, യുവർ മെന്റൽ ഹെൽത്ത് ഈസ്, അല്ലെ, അതാണ് ഇമ്പോർട്ടന്റ് ദാൻ എനി അതർ ഫ്രണ്ട്ഷിപ്പ് ഓർ റിലേഷൻഷിപ്പ്. അത് മെന്റൽ ഹെൽത്ത് ആണ് ഇമ്പോർട്ടന്റ്. അതുണ്ടെങ്കിൽ, ആ ഒരു പവർ ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും, അല്ലെ, അരുണിമ സിൻഹ അല്ലായിരുന്നോ, 1.5 കാലമായിട്ട്, അല്ലെങ്കിൽ 2 കാലം ഇല്ലാതെ ആണല്ലേ പിന്നെ എവറസ്റ്റ് കീഴടക്കിയത്? അവിടെ ഫിസിക്കൽ ഹെൽത്ത് അവർക്ക് ഉണ്ടാക്കിയെടുത്ത് അവരുടെ മെന്റൽ പവറാ. അപ്പോ സ്വാലിഹയുടെ ചോദ്യം കറക്റ്റ് ആണ്. മൈൻഡിനെ ബാധിക്കുന്ന എന്തും നമ്മുടെ ബോഡിയെ ബാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഇമോഷണൽ വെൽനസ് കോച്ച് ഇങ്ങനെ പറയുന്നത്. നമ്മുടെ ഇമോഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇമോഷൻസിനെ സ്റ്റേബിൾ ആക്കണം. അപ്പോഴാണ് നമ്മുടെ ലൈഫ് ബാലൻസ്ഡ് ആവുന്നത്. ഓക്കെ, പിന്നെ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? കോഴ്സിന്റെ ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ടൈം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ 3 മാസത്തെ കോഴ്സാണ്. ആ 3 മാസത്തെ കോഴ്സിൽ ഒരു 1.5 മന്ത് കൊണ്ടായിരിക്കും നമ്മൾ സെഷൻസ് ഒക്കെ എടുത്ത്, മാക്സിമം സെഷൻസ് എടുത്ത് തീർക്കുന്നത്. അത് കഴിഞ്ഞാലും വീക്കിലി ഞാൻ നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടാകും. പിന്നെ അതിന്റെ ആ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കംപ്ലീറ്റ് ആയ ശേഷമാണ് പിന്നെ അവിടെ കിടക്കുന്ന ചില സംഗതികൾ ഉണ്ടാകും. അതർ ഫോർഗീവ്നെസ്, ബാക്കിയുള്ളവരോടുള്ള കുറെ ഫോർഗീവ്നെസ്, കാരണം ഇതിന്റെ പ്യൂരിഫിക്കേഷൻ ആണ്. അത് ആ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നില്ല. ഇന്നർ സെൽഫ് എന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റേറ്റ് ഉണ്ട്, ആ പ്യൂർ സ്റ്റേറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് നമ്മൾ എടുത്തു കളയണം. അങ്ങനെയാണ് ഫോർഗീവ്നെസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ വന്ന് ഒരു ജേണിയാണ്. പിന്നെ ഒരു 21 days നമ്മൾ ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെഡിറ്റേഷൻസ് വരുന്നുണ്ട്. ക്ലാസ് വരുന്നത് 8 മണിക്കായിരിക്കും. പക്ഷെ 8 മണിക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഷാനിമാമൊക്കെ ഇവിടെ സിംഗപ്പൂരിൽ വെച്ചിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ട്, അല്ലെ, ഇവിടെ 8 മണി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ 10:30 ആയിട്ടുണ്ടാകും. അപ്പൊ ആ സമയത്ത് വന്നിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തത്. അപ്പൊ അതേപോലെ എന്താ പറയാ, GCCയിലൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ അവരനുസരിച്ചൊരു സമയം ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും. വീക്കിലി 2 സെഷൻസ് ആയിരിക്കും ഈ ഒരു 1 മന്തിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ബാക്കിയൊക്കെ ഞാൻ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച ഡൗട്ട് ആരും ചോദിച്ചിട്ടില്ല. നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന എല്ലാം
ചൈൽഡ്ഹുഡ് മാത്രമാണോ റീസൺ? നോ, ചൈൽഡ്ഹുഡ് മാത്രമല്ല കേട്ടോ. അപ്പോൾ പക്ഷെ അതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ പാരന്റിങ്, ബയോളജിക്കൽ പാരന്റിങ്, നമ്മുടെ ജീൻസ്, ഹെറിഡിറ്ററി എല്ലാം അതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് റീസൺ ഒന്നും ആരും അങ്ങനെ തപ്പി പോകണ്ട. പക്ഷെ എന്നാലും മാക്സിമം നമ്മൾ ഉള്ള ഓർമ്മയിലുള്ള സംഗതികളാണ് നമ്മൾ അവിടെ ഹീൽ ചെയ്ത് കളയുന്നത്. പിന്നെ സ്വാലിഹ് എന്തായിരുന്നു ചോദിച്ചത്? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനാണോ പറഞ്ഞത്? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ സ്വാലിഹ, അല്ലേ? വാട്ട് വി തിങ്ക് വി ബിക്കേം ടൈം പോടെ, ടൈമിന്റെ കാര്യം പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല ഞാൻ നേരത്തെ ഇട്ട മെസ്സേജ് അത്. ഞാൻ ടെക്സ്റ്റ് ക്ലാസ് 8 മണിക്കാണ് ഉണ്ടാവല്ലേ? ക്ലാസ് ഉണ്ടാവാ, ഞാൻ പറഞ്ഞല്ലോ 8 മണിക്കാണ് ക്ലാസ് നടക്കുന്നത്. ഈവനിങ് 8 മണിക്ക്. അമീർ ജാൻ എന്തോ ചോദിക്കുന്നുണ്ടല്ലേ? വീക്കിലി 2 സെഷൻസ് ആണ് കേട്ടോ. മാഡം, ചോദിച്ചോളൂ അമീർ ജാൻ. ഇത്തരം പല പ്രോഗ്രാമുകളിലും നമ്മളെ ഹീൽ ചെയ്യുകയും നമ്മൾ റിക്കവർ ആവുകയൊക്കെ ചെയ്യും. പക്ഷെ പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ടെൻഡൻസി ഉണ്ട് ഒട്ടുമിക്ക ആളുകളും. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഓരോരുത്തരൊരു ശീലമുണ്ട്. അപ്പൊ ആ ശീലം, പഴയ ശീലത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അതിനിപ്പോ അതിനെ റിക്കവർ ചെയ്യാൻ പറ്റും? ആ ശീലം തിരിച്ചു പോകുന്നതിനെ മാറ്റാൻ പറ്റുമോ എന്നാ ചോദിക്കും. അതിന് ശീലത്തെ മാറ്റിയിട്ടുണ്ടാവില്ല. ശീലം മാറുന്ന എപ്പോഴാ? അതിന്റെ ബേസ് എവിടെയാ? ബേസാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞത്. ആ ബേസ് മാറ്റിയാലും ആ ബേസ് മാറ്റാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടാവില്ല. ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറും. കാരണം എന്താണെന്നറിയോ, നമ്മളുടെ ചരിത്രത്തിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അത്രയും ക്രിമിനൽ ആയിട്ടുള്ള ആളുകളൊക്കെ മാറി, ലൈഫിൽ മാറി, അത്രയും ഇതിലേക്കും സക്സസ്ഫുള്ളിലേക്കും വന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. പക്ഷെ അത് ചെറിയൊരു പെർസെന്റേജ് ആയിരിക്കുന്നു മാത്രം. ലൈഫിൽ സക്സസ്ഫുൾ ആവുന്ന വടുകുഴിയിൽ നിന്ന് കയറി വന്നിട്ട് സക്സസ്ഫുൾ ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആള് വളരെ ചുരുങ്ങിയ പെർസെന്റേജ് ആയിരിക്കും. കാരണം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. ഇപ്പൊ സാറ് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അവര് പല ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് ആ കംപ്ലീറ്റ് നമ്മൾ തുടർന്നുകൊണ്ട് പോയിട്ടില്ലെങ്കിലും നമ്മൾക്ക് ലൈഫിൽ ഒരു തവണ കുളിച്ചാൽ മതിയോ? നമുക്ക് നമ്മുടെ ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ മതിയോ? ഡെയിലി കുളിക്കണോ? ഡെയിലി 2 ടൈംസ് കുളിച്ചാലാണ് ഏറ്റവും വൃത്തിയായിട്ട് നിൽക്കാൻ പറ്റുക. അപ്പൊ ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത്, ചില ടൂൾസ് നമ്മൾ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരും. 3 മന്ത് കോഴ്സ് ആയിരുന്നു, അതിൽ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ ക്യാമറയിലുള്ള ഷാനിമ. ഇപ്പോഴും ആ ചില ആക്ടിവിറ്റീസ് അതിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സാറിന് വേണമെങ്കിൽ അവിടെ ചോദിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞു, പിന്നെ നമ്മുടെ എന്താ പറയാ, ഇപ്പൊ കുളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു, ഫുഡ് കഴിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇതേപോലെ ഇത് കംപ്ലീറ്റ്ലി ആ പാറ്റേൺ തിരിച്ചു വരുന്നല്ല ഞാൻ പറഞ്ഞതാ. അത് നമുക്ക് തോന്നണമെങ്കിൽ പോലും, സാർ കേൾക്കുന്നുണ്ടോ? അപ്പൊ ആ ഒരു തോന്നണമെങ്കിൽ പോലും ഈ ബേസിക് പാറ്റേൺ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എനിക്കത് പലപ്പോഴും നമ്മുടെ ബ്രേക്ക് ആയി പോകും. നമുക്ക് അത് തോന്നാത്തോണ്ടാണ്, അല്ലെങ്കിൽ വാല്യൂ മനസ്സിലാവാത്തോണ്ടാണ്. ആ ഒരു തോന്നൽ പോലും അല്ലെ നമ്മുടെ ഉള്ളിൽ നിന്ന് സബ് കോൺഷ്യസ്ലി ഉണ്ടാവണമെങ്കിൽ എന്റെ ഹാബിറ്റ്, പല്ല് തേക്കുന്ന ശീലം സബ് എന്തൊക്കെ പറഞ്ഞാലും രാവിലെ പല്ല് തേക്കാതെ ഞാൻ ചായ കുടിക്കൂല, അതെന്റെ ഒരു ഹാബിറ്റാണ്. അപ്പൊ അതേപോലെ ഒരു ഹാബിറ്റ് ആയിട്ട് അത് ക്രിയേറ്റ് ആയിട്ട് അത് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് ആ കാര്യങ്ങൾ ചെയ്താൽ ഹീലായി എന്നാരാ പറയുന്നത് നമ്മളോട്? ഹീലായി എന്നാരെങ്കിലും നമുക്ക് പറയുന്നത്? അത് ആയി എന്ന് നമുക്ക് തോന്നാ ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ അവിടെ ഫോം ചെയ്യുമ്പോഴാണ്. അപ്പൊ ആ രീതിയിൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നടക്കും. അതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ ഒരു ഇന്നർ ചൈൽഡ്, ആ സ്റ്റക്കായി പോയിട്ടുള്ള ഇന്നർ ചൈൽഡ് തന്നെയാണ് അതിന്റെ ബേസ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ മേലേക്കാണ് ബാക്കി പണികളും, നമ്മുടെ സോൾ കണക്ഷനും നമ്മുടെ സ്പിരിച്വൽ കണക്ഷനും കാര്യങ്ങളൊക്കെ അല്ലേ. അത് എല്ലാം കൂടെ ഇപ്പൊ പറയാനുള്ള ഒരു സമയമോ സന്ദർഭമോ അല്ല. കംപ്ലീറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കോഴ്സിന്റെ ആയി പോകും. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ കോഴ്സിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ സ്ലൈഡ് ഞാൻ ഇനി കാണിക്കണം എന്ന് തോന്നുന്നില്ല. കാണിക്കണമെങ്കിൽ കാണിക്കാം, ഉണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാം. പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ സംശയങ്ങൾ? വേറെന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ വേറെന്തെങ്കിലും സംശയങ്ങളാ? മാം പറയാൻ ഒരുങ്ങിയൊരു ക്വസ്റ്റ്യന്റെ ആൻസർ ഉണ്ടായിരുന്നത് ബാക്കിയുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ഷാനിമ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ? അപ്പൊ ഇത് തന്നെ ഉദ്ദേശിച്ചത്. ആ ഒരു ക്യൂരിയോസിറ്റി അല്ലേ. ഇവിടെ സ്ലൈഡ് കാണാവോ? സ്ലൈഡ് കാണാവോ? കണ്ടിരുന്നോ? നേരത്തെ കണ്ടിരുന്നു, ഇപ്പൊ ഇല്ല. ഓക്കെ, ഒരു സെക്കൻഡ്. അപ്പൊ അതായത് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, എന്താന്ന് വെച്ചാല്
ഈ ഒരു സ്ലൈഡൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആ സ്ലൈഡിൽ മൊത്തം, എൻ്റെ പോസ്റ്ററിൽ മൊത്തം ഈ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ലേഡി ഫിഗറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ലേഡി ഫിഗർ ആവുന്നത്? ആരെങ്കിലും പറയാൻ പറ്റുമോ? ഇന്നർ ചൈൽഡ് ആണുങ്ങൾക്ക് ഉണ്ടാവൂലാണോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ? ആണുങ്ങൾക്ക് ഇന്നർ ചൈൽഡ് ഇല്ലേ, അല്ലെങ്കിൽ ലേഡീസിന് മാത്രം ഉണ്ടാകുന്ന ഒരു സംഗതിയാണോ? എന്താണ് വൈ ഇറ്റ് ഈസ് ഇങ്ങനെ കാണിക്കുന്നത്, ലേഡി ഫിഗേഴ്സിനെ കാണിക്കുന്നത് പോസ്റ്ററിലാണെങ്കിലും ശരി? ഞാൻ ശ്രദ്ധിച്ചിരുന്നു ദാറ്റ് ഈസ് ഒരു വോംബ് ഫെമിനൈൻ കണക്ഷൻ എന്ന് പറയാം അല്ലേ? വോംബില്, ബിക്കോസ് ലേഡി ഈസ് ഗിവിംഗ് ബർത്ത്, അപ്പോൾ അതിലെ റിലേറ്റഡ് ആയിട്ടാണ് കുറെ കാര്യങ്ങൾ ഹാപ്പൻ ചെയ്യുന്നത്. അതായിരിക്കാം സിംബോളിക് ആയിട്ട് മാം അങ്ങനെ കാണിക്കുന്നതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഫെമിനൈൻ ഷാനിമുദ്ര എനർജി ഇതിലൂടെ ഇമോഷണലി കണക്റ്റഡ് ആണ്. യെസ്, അതാരും പറയുന്നത് ഞാൻ ആളെ കാണുന്നില്ലല്ലോ. ഫസീല. ഫസീല, ഓക്കെ. അതാണ് ഇന്നർ ചൈൽഡിൽ. ഇപ്പൊ ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് ലേഡീസിന് മാത്രം ഹീൽ ചെയ്യേണ്ടതോ, അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ആന്തരിക കുട്ടി എന്ന് പറയുന്ന പെൺകുട്ടി, അങ്ങനെ ഒന്നുമില്ല. അതായത് ഇറ്റ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ഫെമിനൈൻ ഇമോഷൻസ് ആൻഡ് ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത്. പാരന്റിങ്ങില് ആരും സംസാരിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ആ പാരന്റിംഗ് എന്ന് പറയുമ്പോഴും ആ ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ആയാലും, ഷാനിമ പറഞ്ഞ ആ വൂം കണക്ഷൻ ആയാലും, ബേർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായാലും, ആ ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് ആ എനർജിയെയാണ് നമ്മളവിടെ ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്നർ ചൈൽഡ് നമ്മളുടെ എന്ത് മാത്രമല്ല, ആ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല, ഇറ്റ് ഇസ് അവർ എനർജി, നമ്മുടെ ഇന്നർ എനർജി കൂടിയാണത്. അപ്പോൾ അമീർ സർ, ഞാൻ പറയുന്നു, നമ്മളവിടെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ എനർജിയെ കൂടിയാണ് അവിടെ ഹീൽ ചെയ്ത് നമ്മൾ അലൈൻഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അല്ലാതെ ഒരിക്കലും അതിനൊരു മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഉള്ളിലൊരു കുട്ടി, ആ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, ഇത് ഒരുപാട് പെർസ്പെക്റ്റീവായിട്ട് കണക്റ്റഡ് ആയത്. ഒരു കാര്യം മാത്രമല്ല, അതിന്റെ ചൈൽഡ് എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് ഏരിയാസുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ആ ലേഡി ഫിഗർ അവിടെ വരുന്നത്. അപ്പോ അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഇപ്പൊ ആരൊക്കെയോ മൈൻഡിൽ ഉണ്ട് എന്നാരോന്ന് പറഞ്ഞു. എന്തായാലും അതുകൂടെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയാം. ഇനി ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പലരുടെ ഉള്ളിൽ ഉണ്ടാകും. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മളെ ലൈഫ് ഒരു പവർഫുൾ ആവാൻ വേണ്ടിയിട്ടും സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ടും ഇത്തരം ഹീലിങ്ങുകളൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇനിയുള്ളൊരു തലമുറക്ക്, നമ്മളെ മക്കൾക്കും അതിനുള്ള തലമുറക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹീലിംഗും കൂടെ ചെയ്തുകൂടെ? അതാണല്ലോ ഞാൻ പറഞ്ഞത്. നമ്മൾ അല്ലെ പ്രൊമിനന്റ് ആയി കിടക്കുന്ന പാറ്റേൺ ആയിരിക്കും ട്രിഗറിങ് ആകുമ്പോ അത് വരുന്നത്, ആക്ഷനിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഹീലായി കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക ചോദിച്ചാല്, നേരത്തെ ഞാൻ ആരോടായിരുന്നു പറഞ്ഞ പോലെ, നമ്മൾ അവിടെ ഹീൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹീൽ ചെയ്യാന്നുള്ളത് മാത്രമല്ല, നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആവുന്ന സമയത്ത് നമ്മുടെ പാരന്റിങ്ങിൽ മാറ്റം വരും. നമ്മൾ ആവുന്ന സമയത്ത് അവിടെ 2-3 പെർസ്പെക്റ്റീവിൽ അത് സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ബെറ്റർ പാരന്റ് ആകുമ്പോൾ എന്നിൽ നിന്ന് വരുന്ന റിയാക്ഷൻസ്, റെസ്പോൺസ് മോഡ് മാറുമ്പോൾ തന്നെ എൻ്റെ ചുറ്റിലും മാറും. 2, എൻ്റെ എനർജിയെ ഞാൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു എനർജി ഫീൽഡ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആ ഒരു സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അവന് ഇതൊന്നും വരേണ്ടതല്ല. ശ്രദ്ധിക്കണേ, അവന് ഇതൊന്നും വരേണ്ടതല്ല. എന്തോ കുടുംബത്തിൽ കിട്ടിപ്പോയ എന്തോ ഒരു ശാപമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ അല്ലെ, അത് ആ ഒരു കാരണം കൊണ്ട് ചിലർക്ക് എന്താ പറയാ ദൗർഭാഗ്യങ്ങൾ വരാറുണ്ട്. അതേസമയം നേരെ തിരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ആ ചങ്ങായിന്റെ സ്വഭാവം വെച്ചിട്ട് ഇതൊന്നും അവന് കിട്ടേണ്ട അല്ല, ഓന്റെ അപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കിയെടുത്ത ആരോ ചെയ്തൊരു സുഹൃതം കൊണ്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ ആ തലമുറയിലേക്ക് പോലും നമ്മളിത് ചെയ്ത് നമ്മൾ ബെറ്റർ പേഴ്സൺ ആകുന്ന സമയത്ത് അത് അവിടേക്കും കൂടിയുള്ള ഒരു മുതൽക്കൂട്ടും കൂടി ആയിട്ട് ഇത് മാറുന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു അടുത്ത ജനറേഷനെ കംപ്ലീറ്റ് മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിലും, എന്താണ് കർമ്മ എന്നൊക്കെ പറയാം, കംപ്ലീറ്റ് മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് അടുത്ത ഒരു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 ഡിഗ്രി ഷിഫ്റ്റ് എങ്കിലും നമുക്ക്, പ്രത്യേകിച്ച് വീണ്ടും ഒരു കുഴിയിലേക്ക് തള്ളിയിട്ടിട്ടില്ലെങ്കിലും അവരാ നിൽക്കുന്നിടത്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഒരു ഇതുകൊണ്ട് നടന്നുകയാണെങ്കിൽ അത് നല്ലതായിരിക്കില്ലേ? അത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയാല്. അപ്പൊ അതാണ്. ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ. പക്ഷെ ഇതില് ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ് ആണ് മൈൻഡ് സെറ്റിനെ കൊണ്ടുവരുന്നത്. കാരണം വെച്ചാല് ഒരു പാവപ്പെട്ട വീട്ടിലുള്ള ഒരു കുട്ടിയെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിന് ഓരോ സ്റ്റെപ്പിലുള്ള ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ സെറ്റപ്പിനനുസരിച്ച്
ഹൈ പോഷ് ലെവലിലുള്ള ഫാമിലിയിലൊക്കെ മക്കളെ കെയർ ചെയ്യുന്നതും പരിപാലിക്കുന്നതും അവർക്ക് കൊടുക്കുന്ന ബൂസ്റ്റിംഗ് ഒക്കെ ഹൈ ലെവലാണ്. തീർച്ചയായിട്ടും അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് മാറാതെ ആ ഒരു ഹൈ ലെവലിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ സെറ്റപ്പ് വെറുതെ മാറൂലല്ലോ. അവരിൽ എന്തെങ്കിലും ആ ഫിനാൻഷ്യൽ സെറ്റപ്പ് മാറണമെങ്കിൽ തന്നെ ഫിനാൻഷ്യൽ സെറ്റപ്പിലുള്ള അപ്പൊ നമ്മളിപ്പോ 100 പേരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് നെപ്പോളിയൻ ഹിൽസിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് അല്ലേ? നെപ്പോളിയൻ ഹിൽസിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഈ സമ്പത്തിനെ കുറിച്ചുള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്റെ മൈൻഡിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാ, അല്ലാതെ സമ്പത്തിന് ലിമിറ്റേഷൻസ് ഇല്ല. എനിക്ക് ഇപ്പൊ എന്നോടൊരു എമൗണ്ട് എഴുതാൻ പറയുമ്പോൾ, എനിക്ക് വേണ്ട ഒരു എമൗണ്ട് എഴുതാൻ പറയുമ്പോൾ ഞാൻ എഴുതുന്ന എമൗണ്ട് എന്റെ മൈൻഡിന്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും അല്ലേ? എന്റെ എക്സ്പെക്ടേഷന്റെ, എന്റെ ബിലീഫ് സിസ്റ്റത്തിന്റെ, എന്റെ മൈൻഡിന്റെ വലുപ്പത്തിലുള്ള എമൗണ്ടേ എനിക്ക് എഴുതാൻ പറ്റും. ബിക്കോസ് അതിന്റെ ലിമിറ്റേഷൻ അതെനിക്ക് ആ സമ്പത്ത് അവിടെ ഇല്ലാഞ്ഞിട്ടോ അല്ല, എന്റെ മൈൻഡിലുള്ള ലിമിറ്റ് അതിനത് അനുവദിക്കുള്ളൂ. അതേസമയം അതിനേക്കാൾ വലിയ ഇതിലുള്ള ആള് എഴുതുന്ന ലിമിറ്റ് ചിലപ്പോൾ എന്നോടിപ്പോ ഒരു ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പിൽ ഇരുന്നിട്ട് മന്ത്ലി ഇൻകം ചോദിച്ചു ഞാൻ 1 lakh ആണ് എഴുതുന്നതെങ്കിൽ വേറെ ആളെയും ചിലപ്പോൾ 5 lakh 1 crore ഒക്കെ എഴുതുന്നുണ്ടാവും. അത് അവരുടെ ആ ലിമിറ്റ്. അപ്പോൾ സമ്പത്തിന് അവിടെ ലിമിറ്റ് ഇല്ല. 2 സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഗോൾസ് എന്ന് പറയുന്ന ബ്രാൻഡ് റേസിന്റെ ബുക്കിൽ പറയുന്നുണ്ട്, നെപ്പോളിയൻ ഹിൽസിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ പറയുന്നുണ്ട്. ലോകത്ത് ഇത്രയും സമ്പത്ത് ഉണ്ടെങ്കിലും അത് സാറ് പറഞ്ഞ പോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ മാത്രമാണ് ഉള്ളതെങ്കിൽ അതിനുള്ള കാരണം അവർക്ക് മാത്രമേ ആ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ ആ തിങ്കിങ് പാർട്ട് സക്സസ്ഫുള്ളി അവർ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവിടെയും വർക്ക് ചെയ്യുന്ന ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് തിങ്കിങ് തന്നെയാണ്, മൈൻഡ് തന്നെയാണ്, അതിൽ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനുശേഷമാണ് അവർ റിച്ച്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ ഫാമിലിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവിടെയും നമുക്കും അതിലേക്ക് എത്താൻ പറ്റും. ആ നെപ്പോളിയൻ ഹിൽസ് ആ ബുക്കിൽ പറയുന്നുണ്ട് നമ്മുടെ തിങ്കിങ് പാറ്റേൺ. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇപ്പം വേറെ എവിടെയാണ് അതുള്ളത്. അപ്പൊ അതിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചൊരു കാര്യം, നമ്മൾക്ക് ആ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്തയിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ചിന്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ വ്യക്തി മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. ആ പാകപ്പെടുത്തി കാപ്പബിലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗം തന്നെയല്ലേ? ആ കാപ്പബിലിറ്റി ഒക്കെ ഞാൻ എന്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ കാപ്പബിലിറ്റി എന്ന് പറയുന്നത് എവിടുന്നാ വരുന്നത്? ഇതൊക്കെ ആര് ക്രിയേറ്റ് ചെയ്താ? ആര് പറഞ്ഞാൽ നമുക്ക് ഇത്രേ കപ്പാസിറ്റി ഉള്ളൂ, ഇത്രേ പറ്റുള്ളൂ എന്നുള്ളത്? ആരും പറഞ്ഞു പഠിപ്പിച്ചു എന്നല്ല. ഒന്നുകിൽ ആ എക്സ്റ്റേണൽ വേൾഡിൽ നിന്നോ എന്റെ പെർസ്പെക്റ്റീവിൽ നിന്നോ ഞാൻ മനസ്സിലാക്കിയ കാര്യത്തിൽ നിന്നോ ഒക്കെ ഞാനായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തൊരു ബിലീഫ് സിസ്റ്റത്തിൽ ആ പാറ്റേണിൽ ഉള്ളതാണ് കാപ്പബിലിറ്റി. അല്ലാതെ കാപ്പബിലിറ്റി എന്ന് പറയുന്നത് അല്ലാതെ വേറൊന്നുമല്ല. അത് ഉണ്ടാക്കിയെടുത്തവര്. അവിടെയാണ് നമുക്കറിയാം നമ്മുടെ മിറക്കിൾ മോർണിംഗിലെ ഹാലിൽ റോഡ് എത്ര തവണ തകർന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആ സേവേഴ്സ് എന്ന് പറയുന്ന മോർണിംഗ് റുട്ടീനിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തൊരു കാര്യം. അപ്പൊ അതൊക്കെ പോട്ടെ. ഇപ്പൊ ഇതൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോടൊരു കാര്യം ചോദിക്കാം. ഇതൊക്കെ ആയിട്ട് മാം ഇപ്പൊ എവിടെ എത്തിയെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോ ഒന്നിനും സമയമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് സമയമില്ല കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരുന്ന, സമയമില്ലായ്മയിൽ ജീവിച്ച, സ്ട്രഗിൾ ചെയ്ത് ഫാമിലി ആയാലും മക്കളെ ആയാലും ഒക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന, ഒരു ജോബ് എപ്പോഴും ഒരു ഭാരമായിട്ട് കൊണ്ട് നടന്ന, ഒരാളുടെ മുമ്പിൽ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാതിരുന്ന, ഒരു വെബിനാർ ഇതേപോലെ വരികയാണെങ്കിൽ അതിൽ ഒരിക്കലും പോലും ക്യാമറ ഓൺ ആക്കാത്ത, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാത്ത വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ മനസ്സിൽ എൻ്റെ ചെറിയൊരു ആഗ്രഹത്തിന് അല്ലെ, ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും, അതിന് തീ പിടിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഫയർ കൊടുത്ത് തീ പിടിപ്പിച്ച് ഇങ്ങനെ ആക്കിയെടുത്ത് അതിന് വേണ്ട കാര്യങ്ങൾ ആക്ഷൻ എടുത്തപ്പോൾ, ഈ ആക്ഷൻ എടുത്ത സമയത്താണ് ഇപ്പൊ ഈ ഒരു വെബിനാർ വരെ എത്തിയതും അല്ലെ. കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയി എന്നുള്ളതല്ല. അപ്പൊ ഇപ്പൊ എനിക്ക് സമയമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടീച്ചറാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. രാവിലെ 10 to 4 ഞാൻ സ്കൂളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇപ്പൊ 7:30 ആയപ്പോ എന്നൊരു നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ റെറ്റോറിയ എഡ്യൂ ഹബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമില് നിങ്ങൾക്ക് ഇന്ന രീതിയിലൊക്കെ കൊണ്ടുപോയി കൂടെ എന്ന് ചോദിച്ചിട്ട് പുതിയൊരു ഐഡിയ അവരുടെ അടുത്ത് പറഞ്ഞു തരാണ്. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയോ അമീർ സർ? ഇവിടെ ഞാൻ എന്നെ ക്ലിയർ ചെയ്യുന്ന സമയത്ത്, ഞാൻ അതിലേക്ക് വരുന്ന സമയത്ത്, ഷാനി മാം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോയിക്കോളൂ കേട്ടോ, എനിക്കറിയാം അവിടെ സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അതിലേക്ക് വരുന്ന സമയത്ത്, ആ ക്ലിയർ ആക്കി കൊണ്ടുവരുന്ന സമയത്ത്, അവിടെ നേരത്തെ പറഞ്ഞ പൗലോ കൊയ്ലോയുടെ സിദ്ധാന്തം അവിടെ കറക്റ്റ് ആവുക.
ഞാൻ അതിന് അപ്പൊ അവിടെ ഞാനൊന്നും ചെയ്യല്ല. നമ്മുടെ ഇതില് എന്താ പറയാ, ഏതോ ഒരു ആചാര്യന്റെ അടുത്ത്, ആരായിരുന്നു അത്, എനിക്ക് നന്നാവണം എന്ന് പറഞ്ഞ് പോയപ്പോ അവരോട് പറഞ്ഞൊരു സംഗതി ഉണ്ട്, സാറിനൊക്കെ അറിയണ്ടാവും. എനിക്ക് നന്നാവണം എന്ന് പറഞ്ഞ് പോയപ്പോ അയാളോട് പറഞ്ഞു ഞാൻ മരിക്കണം എന്നാ, അല്ലേ? ഞാൻ മരിക്കണം. രണ്ടാം തവണ പോയപ്പോഴും പറഞ്ഞു ഞാൻ മരിക്കണം. മൂന്നാമത്തെ തവണ പോയപ്പോഴും പറഞ്ഞു നീ നന്നാവണമെങ്കിൽ ഞാൻ മരിക്കണം, അല്ലേ? അപ്പൊ ഈ ഞാൻ എന്ന് പറയുന്ന സംഗതി അതപ്പോ ഈ കേട്ടാക്ക് മനസ്സിലായില്ല. ഞാനെന്ന് പറയുമ്പോൾ അയാൾ വിചാരിക്കുന്നത് ഈ ഗുരു മരിക്കണായിരിക്കും. അപ്പൊ അതിന് നിങ്ങൾ എപ്പോഴാ മരിക്കാന്ന് ചോദിച്ചപ്പോഴാണ്, ചെങ്ങായി ഞാനല്ല മരിക്കേണ്ടത്, നിന്റെ ഉള്ളിലെ ഈഗോ ഞാനെന്ന് പറയുന്നത്. എത്ര തവണ അമീർ സർ നമ്മൾ പറയാറുണ്ട്, ഞാൻ ചെയ്തു, ഞാൻ ചെയ്തു, ഞാൻ ചെയ്തു. ഞാൻ ചെയ്യണ്ട. ഇപ്പൊ ഈ സംഗതികളിൽ പലതും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് വേണ്ട സംഗതികൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ആ സാറിനെ വിളിച്ചു എന്ന് പറഞ്ഞു, ഒരുപക്ഷെ എന്നിലൂടെ നടത്തപ്പെടുകയാണ് പല സംഗതികളും. അവിടെ ഞാനില്ല, അവിടെ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ എഫേർട്ട് എടുക്കുന്നു എന്നിലൂടെ. ആ ഒരു പവറിനെയാണ് നിങ്ങൾ ഈ ഒരു ഇതിൽ വരുമ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത്. ഞാൻ എന്നെ തിരിച്ചറിയാന്നില്ല, ഞാൻ മരിക്കാന്നല്ല. അപ്പൊ എൻ്റെ ആ ഒരു അതിലേക്കാണ് നമ്മൾ പോവുക. എൻ്റെ ഒരു കൂടുതൽ നമ്മൾ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡീപ്പർ ലെവലിലേക്കൊക്കെ നമ്മൾ പോകും. അതുകൊണ്ട് സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിലൂടെ അപ്പൊ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ അത്രയും വർഷം എടുത്തിട്ട് നമ്മൾ എന്താ പറയാ, ആ ഒരു എഫേർട്ട്. ഇപ്പോൾ സമയമില്ല എന്ന് പറയുന്ന ഒരു ഡയലോഗ് എനിക്ക് പറയാണ്ടി വരാറില്ല. അതേസമയം എന്നെ കണക്ട് ചെയ്യുന്ന ആര് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ, അല്ലേ, അപ്പോൾ പിന്നെ എന്താ പറയാ, റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട്. ചില സമയത്ത് ഇപ്പൊ കുറച്ച് തിരക്കായത് കൊണ്ട് ചിലപ്പോൾ എല്ലാ സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു റിപ്ലൈ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. മാക്സിമം ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്, അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ സമയമുണ്ട് എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിലും, അവിടെ ഞാൻ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ എന്നിലേക്ക് വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ഈ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആ വെബിനാർ ഒക്കെ കാണുമ്പോൾ ഇതുപോലെ ക്ലാസ് എടുക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതിന് ഇന്റൻഷൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പിന്നിലുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് ഈ തരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാർ പറഞ്ഞ പോലെ നമ്മൾ അത് ആ രീതിയിൽ ഞാൻ എന്നെ അറിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ എന്നെ ഹീൽ ചെയ്തപ്പോഴായിരിക്കാം ആ ഒരു രീതിയിലേക്ക് എങ്കിലും കംപ്ലീറ്റ്ലി ഞാൻ ഓക്കെ ആയിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയാസ് ഒരുപാടുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ ആ ഒരു പെർഫെക്ഷനിലേക്കൊന്നും എത്തിയിട്ടൊന്നുമില്ല പറയുന്നിട്ട്. അപ്പൊ പറയുന്ന കാര്യങ്ങൾ പക്ഷെ എന്നേക്കാൾ അറിവുള്ള ഒരുപാട് ആളിവിടെ ഇരിക്കുന്നുണ്ടാവും. എങ്കിൽ കൂടി പിന്നെ നേരത്തെ ഇവിടെ ഹിബ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയാ, ആ ഒരു റിയാക്ഷൻ മോഡ് മാറി ആ റെസ്പോൺസ് മോഡിലേക്ക് വരാനും, ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, അല്ലേ, അപ്പൊ നമുക്ക് ആ ഞാൻ നടത്തല്ല എന്നിലൂടെ നടത്തപ്പെടാന്ന് പറയുമ്പോ തന്നെ പലതും എനിക്ക് വേണ്ടി ആ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ആ ഗൂഢാലോചന നടത്തപ്പെടുത്ത കാര്യങ്ങൾ എന്നിലേക്ക് ഞാൻ അറിയാതെ വരുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ, ഒന്നോ രണ്ടോ ഞാൻ എടുത്തു പറയുന്നില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോ ഇനി വേറെ എന്തെങ്കിലും? അത് നടക്കും, തീർച്ചയാണ് നടക്കും. നടക്കുന്നത് ആർക്ക് മാത്ര ആ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ പറയുന്ന ഓൺലി 5% 3% ഒക്കെ ആളുകൾക്ക് നടക്കുന്നുള്ളൂ എങ്കിൽ അവർ മാത്രമേ ഇതിന് ഈ രഹസ്യം എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് അവർ മാത്രമേ എത്തുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർക്കത് നടക്കുന്നത്. അപ്പൊ അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് കരകയറി വലിയതിലേക്ക് എത്തിയ ഒരുപാട്. അപ്പൊ സാർ ചോദിച്ചല്ലോ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമോ, പോകുന്നവരുണ്ടോ എന്നൊക്കെ. അപ്പോ അതാണ് ഒരു കാര്യം. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? താങ്ക് യു ഫോർ യുവർ ക്വസ്റ്റ്യൻ സമീർ സർ. എല്ലാവർക്കും സമയം ഒരുപാട് ആയതുകൊണ്ട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ വൺസ് അഗെയിൻ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ പേഴ്സണലി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലോ നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലോ എൻ്റെ നമ്പർ ഒന്നുകൂടി ഞാൻ അവിടെ ഷെയർ ചെയ്യാം, അല്ലെ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇത് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ? വൈൻഡപ്പ് ചെയ്താലോ? ഇവിടെ സാജിദ എന്നൊക്കെ പറയുന്ന ആൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിക്ചർ കണ്ടിട്ട്. സുമ മാം പിന്നെ മുമ്പ് ഉണ്ടായിരുന്നു. വൈൻഡപ്പ് ചെയ്തൂടെ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. വൈൻഡപ്പ് ചെയ്യല്ലേ? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.